അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥതയിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാണെന്ന് വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ പൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കൊശങ്ങളിലും എല്ലാ പെശുകളിലും ഞരമ്പുകളിലും ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കൾ ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ, എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത് ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി
അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശ്രയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ രജിസ്റ്റർ കച്ചേരിയിലൊക്കെ പോയി പണം കൊടുത്ത് സ്ഥലമൊക്കെ വാങ്ങിച്ച് പ്രമാണം ചെയ്യത്തില്ലേ? പക്ഷെ നമുക്ക് ആ പ്രമാണം ഉടങ്ങനെ തരത്തിലല്ല കയ്യിൽ. എന്താ പറയണത്? അവർ പറയാം, അപ്പോൾ ആധാരം എഴുത്തുകാർ നമ്മൾ പറയും 20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് പോക്കുവരവ് ചെയ്തിട്ട് തരാമെന്ന് പറയും. പോക്കുവരവ് നമ്മളൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആധാരം എഴുത്തുകാരൻ തന്നെ പൈസ കൊണ്ട് അടച്ച് ചെയ്തു തരും. പക്ഷേ എന്തിനാണ് 20 ദിവസം എന്ന് പറയണത്? 20 ദിവസം നമുക്ക് ആ പ്രമാണം, അപ്പോൾ പൈസ കൊടുത്താണേ, പൈസ കൊടുത്തതാണെങ്കിലും നമുക്ക് പ്രമാണം തരുന്നില്ല. പ്രമാണം ചെയ്തതാണ്, രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷെ നമുക്ക് കയ്യിൽ തരണില്ല. എന്താ കാര്യം? അതൊരു ഡോർമെൻറ്റ് പീരീഡാണ്. എന്താണ്? ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അവർക്കൊരവസരം കൊടുക്കണം. അഭിപ്രായം നമ്മൾ പറയും, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും അവകാശികൾ വേറെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, ആക്ഷേപം ഉണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടി ഗവൺമെൻറ് നിശ്ചയിക്കണമാണത്. അപ്പം അത് നിസ്സാര കാര്യമല്ല. ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാലാ നമുക്ക് ടാക്സ് അടക്കാൻ പറ്റത്തില്ല. ആക്ഷേപം റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ല, അവകാശം ഉണ്ടെങ്കിൽ അവിടെ അവകാശം കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് ആക്ഷേപം ഇല്ലെന്ന് പറയണ വരെ ആ സാധനം മുന്നോട്ട് പോകും. എന്നാലും നമുക്ക് പൊക്ക് ഇരവ് ചെയ്ത് നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ദൈവത്തോട് ഇപ്പോൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്, അല്ലേ? ആ ഉടമ്പടി ദൈവദർശനെ രജിസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആക്ഷേപരഹിതരായിരിക്കണം. നമ്മുടെ ഉടമ്പടിയിൽ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വീട്ടുകാരൻ. കാര്യം നമ്മളെന്ത് ആരാണെന്ന് പറഞ്ഞാലും വീട്ടുകാർക്കറിയാം നമ്മൾ ആരാണെന്ന്. പുറമേ നമ്മൾ എന്ത് കാണിച്ചാലും വീട്ടുകാർക്കറിയാം നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പുള്ളിയാണെന്ന്. അപ്പം നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിക്കും. എന്നിട്ട് പറയും ശമ്പളം കിട്ടുമ്പോൾ താന്ന് പറയും. ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ അതിന് ബൈക്കാ അല്ലെ കാറാ വാങ്ങിക്കും. അപ്പോൾ അവരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ, നമ്മൾ പൈസ വാങ്ങിച്ച കക്ഷികൾക്ക് മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ അവർ വീട്ടിൽ നിന്ന് വലയും. അപ്പോൾ ഇത് ആക്ഷേപമാണ് ശരിക്കും. എന്താ കാര്യം? നീ അവരോട് പറഞ്ഞത് വഞ്ചന കാണിച്ചു എന്നുള്ളത് ആക്ഷേപം. അപ്പോൾ എന്ത് പറ്റും? നിൻ്റെ ഉടമ്പടി രജിസ്റ്റർ ആകത്തില്ല. ഇനി ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്താ പറയുക, നിൻ്റെ പ്രാർത്ഥനകളൊന്നും രജിസ്റ്റർ ആകത്തില്ല. ഉടമ്പടി എടുത്താൽ അപ്പോൾ നിങ്ങളവർക്ക് ആക്ഷേപം ഉന്നയിച്ച ഉടമ്പടി എടുത്തല്ലേ പ്രശ്നമാണ്. അങ്ങനെയല്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ഉടമ്പടി എടുക്കണില്ലെന്ന് വിചാരിച്ചോ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? അതിനുള്ള ആക്ഷേപമുണ്ട്. അതാണ് റോമ 4:8 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഏറ്റവും നല്ലത് ആക്ഷേപരഹിതമായത് ഇത് വീട്ടുകാരനേക്കാൾ പ്രശ്നമാണ് കർത്താവ്. നമ്മൾ എത്ര വലിയ പൊന്നും കൂടമാണെന്ന് പറഞ്ഞാലും കർത്താവ് നിന്നോട് കുറ്റമില്ലാത്തവനാണെന്ന് പറയുന്നിടത്ത് വരെ നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ മറുപടി പമ്മാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരെയും പ്രാർത്ഥനകൾ പമ്മുമ്പോഴേ നമ്മളെപ്പോഴും ഓർക്കേണ്ട, ഉത്തരം കിട്ടാതെ താമസിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും ഒക്കെ ആധ്യാത്മിക വരൾച്ച തോന്നുമ്പോഴൊക്കെ ഓർക്കണം, നമ്മുടെ മേലെ ആക്ഷേപം ഉണ്ടോ എന്ന് നോക്കണം. മുൻപുകാലത്ത് ഏറ്റവും വലിയൊരു നടപടിക്രമമാണ് ദൈവം നമ്മുടെ മേലെ ആക്ഷേപം ഉന്നയിക്കാതിരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ ആത്മാവിനെ പരിവർത്തനം ചെയ്യേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. ആദ്യമായി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ചതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനി ലിജു, എൻ്റെ സ്ഥലം കണ്ണൂരാണ്. എൻ്റെ ഹസ്ബൻഡ് ലിജു, മകൾ അലിഷ ലിജു. 2024 ജൂലൈ 24-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യം പറയലാണ്. ആദ്യത്തെ സാക്ഷ്യം കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇതേ മാർച്ചിലും എനിക്ക് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിച്ചതിന് ഒരുപാട് നന്ദി.
ഞാൻ മാർച്ചിൽ എനിക്ക് PCOD അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉടമ്പടി ധ്യാനത്തിലൂടെ സൗഖ്യപ്പെട്ട കാര്യമായിരുന്നു സാക്ഷ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അമ്മ സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നു. ഇനി എനിക്ക് ജൂലൈയിൽ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ജൂലൈ ആയപ്പോഴേക്കും ഞാൻ രണ്ടാമതൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റായി. പക്ഷേ എപ്പോഴും നമ്മുടെ ഹിതമല്ലല്ലോ, ദൈവഹിതമല്ലേ നിറവേറേണ്ടത്. എപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ വാശിയൊന്നുമല്ല, നമ്മുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മളിൽ എപ്പോഴും നിറവേറേണ്ടത്. 5-ാം മാസം ആയപ്പോഴേക്കും നോർമൽ ഡെലിവറിയിൽ കുഞ്ഞ് ജനിച്ചു. പക്ഷേ ആ കുഞ്ഞ് ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ സാക്ഷ്യമായിട്ട് പറയുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്തു. എന്നോട് പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പം ഒന്ന് സ്കാൻ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് യൂട്രസിൽ മിനിമൽ പ്രൊഡക്ട്സ് ബാക്കിയുണ്ട്, അത് ഫുള്ളായിട്ട് റിമൂവായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയുന്നത്. അങ്ങനെ ഡോക്ടർ എനിക്ക് DNC സജസ്റ്റ് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ DNCക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായി. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടറുടെ കാര്യം, ദൈവം ഒരുക്കിയ ഡോക്ടറുടെ കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഡോക്ടറിൻ്റെ മകൾക്ക് ഒരു കാര്യം വന്ന് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് ആ ഡോക്ടർ എന്നെ നോക്കിയത്. ദൈവത്തിന് വലിയൊരു അമ്മ മാതാവ് ഒരുക്കിയതാണ് ആ ഡോക്ടറെ ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടറുടെ മകളെ എങ്ങനെയാണോ കയറുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. പെട്ടെന്ന് എനിക്ക് BP അസുഖമൊന്നുമില്ല, പക്ഷേ ടെൻഷൻ അടിച്ച് BP ഒക്കെ കൂടുന്ന അങ്ങനെയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ആ ഡോക്ടർ ഒരുപാട് എന്നെ നന്നായിട്ട് കെയർ ചെയ്തു. അങ്ങനെ DNCക്ക് വേണ്ടിയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് BP കുറയുന്നില്ല. എന്നെ ഡെലിവറി വാർഡിൽ കിടത്തിയിരിക്കുകയാണ്, BP കുറയുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ BP കുറയാതിരുന്ന് കഴിഞ്ഞാൽ നാളെ നമുക്ക് DNC ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് BP അസുഖം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ടെൻഷൻ കാരണം BP കുറയുന്നില്ല. കുറേ നേരം അവർ ചെക്ക് ചെയ്തു. അവസാനം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ BP ഇപ്പോൾ കുറഞ്ഞാൽ ദൈവമഹത്വം, ദൈവത്തെക്കുറിച്ച് ഞാനിവിടെ പറയും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നേഴ്സ് വന്നിട്ട് BP നോക്കുന്ന സമയത്ത് എൻ്റെ BP നന്നായിട്ട് നോർമലായി. ആ സമയം ആ നേഴ്സിൻ്റെ അടുത്ത് എനിക്ക് മുമ്പ് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപാസനത്തെക്കുറിച്ചും ആ ഡെലിവറി വാർഡിൽ ആ ഒരു വേദനയുള്ള സമയത്ത് പോലും എനിക്ക് സംസാരിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ എന്നെ പിറ്റേ ദിവസം DNCക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി. DNC ഒക്കെ കഴിഞ്ഞു. ദൈവകൃപയാൽ DNC ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒബ്സർവേഷൻ റൂമിൽ എന്നെ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നാളെ രാവിലെ പോകാം, ജസ്റ്റ് അവരുടെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടൊന്ന് സ്കാൻ ചെയ്യണം എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ സ്കാനിങ്ങിന് വേണ്ടി പറഞ്ഞു വിട്ടു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ മിനിമൽ പ്രൊഡക്റ്റ് പോയിട്ടില്ല, അത് യൂട്രസിൽ ഇപ്പോഴും ഉണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നത്. ഒന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടൊരു സങ്കടമുണ്ട്. 7 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീണ്ടും ഒരു DNC അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് ടെൻഷനുള്ള ആളാണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ മൈൻഡ് ഔട്ടായി, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഭയങ്കര ടെൻഷനായി. മിനിമൽ പ്രൊഡക്ട്സ് ഇതുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഞാനൊരു അക്രൈസ്തയാണ്, എനിക്ക് വചനങ്ങളൊന്നും നന്നായിട്ട് അറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഒരു ശക്തമായ വചനം വന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം. ആ വചനം എൻ്റെ മനസ്സിലിങ്ങനെ ശക്തമായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞങ്ങൾ DNC കഴിഞ്ഞ് വന്ന സമയമാണത്, സ്കാനിങ് കഴിഞ്ഞ് വന്ന സമയമാണത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ DNC കഴിഞ്ഞതേ ഉള്ളൂ, അപ്പം ഒറ്റയ്ക്ക് ടോയ്ലറ്റ് വിടില്ല. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എന്തായാലും പോകണമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ടോയ്ലറ്റിൽ പോയി. അവിടെ പോയി ഞാൻ കഥക് കുറ്റിയിട്ട് ഞാനവിടെ മുട്ടിമേ നിന്ന് ബാത്റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനിയൊന്നും സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇത് എന്നിൽ നിന്ന് എടുത്ത് നീക്കണം, എനിക്കിന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അമ്മ മാധവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അമ്മ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നുണ്ട്, ഒന്നും കൂടെ ഒന്ന് സ്കാൻ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ എന്നെ വീണ്ടും ഒരു സ്ഥലത്തേക്ക് സ്കാനിങ്ങിന് വേണ്ടി വിട്ടു. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലർത്തി കുടിച്ചു. നമുക്ക് സ്കാനിങ്ങിന് മുമ്പ് വെള്ളം കുടിക്കണം, അതിൽ ഉടമ്പടി ഉപ്പിട്ട് കുടിച്ചു. അതുപോലെ സ്കാനിങ് സെൻറ്ററിലും ഉപ്പിട്ട് ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വീട്ടിൽ പോകണം, ഇതെന്നിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സ്കാന് കഴിഞ്ഞു. റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ മിനിമൽ പ്രോഡക്റ്റ് ഇല്ല, യൂട്രസ് കംപ്ലീറ്റ് ക്ലീൻ ആണ് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു. അതെനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ദൈവം എന്നിൽ പ്രവർത്തിച്ചത്.
ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, മോളെ ഡെലിവറി കഴിഞ്ഞ ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വാദത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം മറന്നുപോയി. അപ്പം അനസ്തേഷ്യ ഡോക്ടർ ചോദിച്ചിരുന്നു നമ്മളോട്, നിങ്ങൾക്ക് എന്താണ് വാദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു, മറന്നുപോയിട്ട്. അപ്പോൾ DNC കഴിഞ്ഞ് എന്നെ കിടത്തിയതിന് ശേഷം എൻ്റെ കാലൊക്കെ ഇങ്ങനെ മരവിക്കുവാനും ഞാൻ കാല് മുതൽ മേളിലേക്ക് ഇങ്ങനെ തളർന്നു പോകാനും ഒക്കെ ഇങ്ങനെ എനിക്ക് തുടങ്ങി. എനിക്ക് സത്യമായിട്ട് തീരെ വയ്യാതായി, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്കായി. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക്, നിനക്ക് വാദം ഉണ്ടായിരുന്നല്ലോ, നീ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു മനസ്സിൽ എനിക്കൊരു തോന്നൽ വരുന്നത്. അപ്പോഴേക്കും എനിക്ക് നാക്കൊക്കെ തരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ നേഴ്സോട് പറഞ്ഞു എൻ്റെ അമ്മയൊന്ന് വിളിക്കും, എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വെള്ളമല്ല വേണ്ടത്, ഉടമ്പടി തൈലം എങ്ങനെയും ഒന്ന് കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു. അമ്മ കൊണ്ടുതന്ന് എൻ്റെ കാലിലൊക്കെ തൂത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ തരിപ്പ് കുറഞ്ഞില്ല. അതിനുശേഷം ഞാൻ വീണ്ടും ശക്തമായി പ്രാർത്ഥിച്ചു. വീണ്ടും എണ്ണ തൂത്ത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, കാരണം അത്രയും നാക്കൊക്കെ കുഴഞ്ഞ് ഒരു രൂപത്തിലായി. ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് കുഞ്ഞൊരു മോളാണുള്ളത്, ഈ സമയത്ത് അവൾക്ക് അമ്മ എത്രത്തോളം പ്രിയപ്പെട്ടാന്ന് അറിയാം, എന്നെ നീ കാത്തോളണം, എൻ്റെ മോൾക്ക് എന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം സുഖമായി. എനിക്ക് എൻ്റെ ആ ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ നോർമലായി. എനിക്ക് നോർമൽ ഇതിലേക്ക് വന്നു. അതുപോലെ തന്നെ ഞാൻ DNC കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുകയല്ല, ശരിക്കും ഇങ്ങനെ കാണുകയാണ് ഒരു പഴയ ഒരു കഥക്. ആ കഥകിൽ മുൾക്കിരീടം ചൂടിയ ഒരു ഈശോയുടെ ഒരു രൂപം, മുൾക്കിരീടം ചൂടി ഇങ്ങനെ ചോര വാർന്ന ഒരു ഈശോയുടെ രൂപം. ആ ഈശോയുടെ ഈ സൈഡിൽ കൂടെ ഒരു കട്ട ബ്ലഡ് കട്ട ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കത് മനസ്സിലായില്ല അതെന്താണെന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഈശോ എൻ്റെ ഉള്ളിലുള്ള മിനിമൽ പ്രൊഡക്ട്സ് അത് എടുത്തു കളഞ്ഞതാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായത്. അതേപോലെ തന്നെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്നെ ശക്തമാക്കുവാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അമ്മ മാതാവ് തിരിയിൽ അമ്മയുടെ രൂപം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരുപാട് നാളായിട്ട് ശമ്പളം മുടങ്ങിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ 1 മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാസത്തേക്ക് ശമ്പളമില്ല, അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് ശമ്പളമില്ല. അങ്ങനെ ഭയങ്കര കഷ്ടമായിരുന്നു. നമുക്ക് ലോണ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മോളുടെ വിദ്യാഭ്യാസം, ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ശമ്പളമില്ലാതെ ഒരാളുടെ വരുമാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, കമ്പനിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ശമ്പളത്തിൽ ഒരു തടസ്സവും വന്നിട്ടില്ല. അതുമാത്രമല്ല, ആ കമ്പനി നല്ലൊരു ടേൺ ഓവറിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് രണ്ടാമത്. മൂന്നാമത് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു വാഹനം കിട്ടിയതാണ്. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു പഴയ വാഹനമുണ്ട്. പക്ഷെ അത് 2 റിന്യൂവലൊക്കെ കഴിഞ്ഞ് ഏകദേശം അത് കൊടുത്താൽ ഒരു 20,000 രൂപ പോലും കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് തൂക്കി കൊടുക്കേണ്ടി വരും അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി വളരെ അത്യാവശ്യമായിരുന്നു. കാരണം ഞങ്ങൾ നാട്ടിലൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ വണ്ടിക്കാണ് പോകുന്നത്. എന്തെങ്കിലും അത്യാവശ്യം, വീട്ടിലൊന്നും ആരുമില്ല, അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ ഈ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, ഇവിടെ വന്ന സമയത്ത് ഒരു ചേച്ചി വണ്ടി വേണമെന്ന് ആഗ്രഹിച്ച് അവർ കീ ചെയിൻ മേടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. അപ്പം ഞാനും ഇവിടെ വന്ന് ഈ ഒരു കീ ചെയിൻ ഇവിടെ നിന്ന് വാങ്ങി. കഴിഞ്ഞ നമ്മുടെ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ കീ ചെയിൻ മേടിച്ചത്. അപ്പോൾ ഈ കീ ചെയിൻ കൊണ്ടുപോയിട്ട് ഞാൻ വീട്ടിൽ വെച്ചു. അപ്പോൾ എനിക്കും എന്തായാലും ഒരു വണ്ടി തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ വണ്ടിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് ഫേസ്ബുക്കിലൊരു പരസ്യം കാണുന്നത്. ഒരു വണ്ടി, ഒരു 4 ലക്ഷം രൂപയുടെ ഒരു വണ്ടി, പുതിയ വണ്ടി. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ചുമ്മാ ഇത് ഷോറൂമിൽ പോയി നോക്കാവോ എന്ന് ചോദിച്ചു. ഈ നോക്കാമെന്ന് പറയുക, ഞങ്ങൾക്ക് ഓൾറെഡി ലോണും കാര്യങ്ങളും കടവും എല്ലാം ഉണ്ട്, 1 രൂപ കയ്യിൽ എടുക്കാനില്ല, വണ്ടി എടുക്കാനുള്ളൊരു നിവൃത്തി നമുക്കില്ല, സ്വർണ്ണം എല്ലാം പണയത്തിലാണ്. അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെ പോയി എടുക്കാനാണ് വണ്ടി, കാരണം കയ്യിൽ കാശുണ്ടെങ്കിലല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഷോറൂമിൽ പോയിട്ട് വണ്ടിയൊക്കെ നോക്കി വന്നു. വണ്ടിയൊക്കെ നോക്കി വന്നു. വണ്ടിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ ടാറ്റയുടെ ഒരു ടിയാഗോ വണ്ടിയായിരുന്നു, ഒരു വൈറ്റ് കളർ. അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വന്നു. അതിനുശേഷം ഈ വണ്ടിയുടെ പ്രോസസ്സിങ് നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഇതെന്താ മാതാവേ, എനിക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് എന്താ മാതാവേ, ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു. അപ്പോഴാണ് ഹസ്ബൻഡ് ഒന്ന് വൈകുന്നേരം വന്നിട്ട് എന്നോട് പറഞ്ഞത്, പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് എല്ലാ വിലയും കൂടെ താങ്ങത്തില്ല, അപ്പം നമുക്കൊരു പഴയ വണ്ടി നോക്കിയാലോ, ഒരു 3 വർഷം പഴക്കമുള്ള ഒരു വണ്ടി നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നമുക്കങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. തലേദിവസം പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ 5:30 പ്രാർത്ഥന കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലിങ്ങനെ വരുവാണ്, നീ ആ മൊബൈൽ എടുത്തിട്ട് OLX എടുത്തിട്ട് അതിൽ ടാറ്റ അടിച്ചിട്ട് അതിൽ ടിയാഗോ എന്നുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി എൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്.
അപ്പം ഞാൻ ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് പോയിട്ട് OLX ഓപ്പൺ ചെയ്ത് ഞാൻ നോക്കിയപ്പം 4 ലക്ഷം രൂപയ്ക്ക് ഇതേ ടിയാഗോ വണ്ടി അവിടെ കിടക്കാണ്, റെഡ് കളറ്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ മാതാവ് ആദ്യം ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഈ വണ്ടി ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്, ഇതാണ് നിങ്ങൾ എടുക്കേണ്ട വണ്ടി എന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ 4 ലക്ഷം രൂപ, അപ്പോൾ ഞങ്ങൾ 4 ലക്ഷം രൂപ എങ്ങനെയായിട്ടാണ് ഒപ്പിക്കുക? അപ്പോൾ ഞങ്ങൾ നമ്മൾ പഴയ വണ്ടി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് PF പിന്നെ ഒരു LIC അതൊക്കെ വെച്ചിട്ട് നമുക്ക് കടവില്ല, കാരണം ഓൾറെഡി കടമുണ്ട്, ഇനി ഒരു കടം വരുത്തി വെക്കാൻ പറ്റത്തില്ല, എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചു. അപ്പോൾ 4 ലക്ഷമൊക്കെ കുറച്ച് നമ്മളെ സംബന്ധിച്ച് ഒരു അധിക ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 375 നിങ്ങൾ ആ വണ്ടി എടുത്തു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഒരു വിലയും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ വണ്ടി 47,000 രൂപയ്ക്ക്, അത് 2 റിന്യൂവൽ കഴിഞ്ഞ് ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട്, അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ നമുക്കനുസരിച്ച് ഒരു കടവോ കാര്യങ്ങളോ ഇല്ലാതെ ഞങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ, അതും ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ട് വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടി ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ട്, നല്ല പുതിയ വണ്ടി എന്ന് തന്നെ പറയാം. അവരധികം ഓടിച്ചിട്ടില്ല, അത് അയാളൊരു പട്ടാളക്കാരനായിരുന്നു, ഈ വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല അയാൾ. അപ്പം അങ്ങനെ ഒരു പുതിയ വണ്ടി, ശരിക്കും പറഞ്ഞാൽ പുതിയ വണ്ടി ഞങ്ങൾക്ക് അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ താക്കോല്, ഞാൻ മേടിച്ച കീ ചെയിൻ. ഇത് ഞങ്ങൾ വണ്ടി കൊണ്ടുവരാൻ പറ്റിയില്ല, താക്കോൽ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. വണ്ടിയുടെ പേരിനൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, അമ്മ ഞങ്ങൾക്ക് വണ്ടി തന്നാൽ ഞങ്ങൾ കൃപാവരം എന്ന് വണ്ടിക്ക് പേരിടാം എന്ന് ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് കൃപാവരം സിമ്പിൾ സ്പെല്ലിംഗ് ആണ്, പക്ഷെ എന്നാൽ എൻ്റെ മനസ്സിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൃപാവരം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൃപാവരം എന്ന് മലയാളത്തിൽ എഴുതിയപ്പോൾ അത് ഇംഗ്ലീഷിൽ ഗ്രേസ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അമ്മ ആഗ്രഹിക്കുന്ന പേര് ഗ്രേസ് എന്നാണ്. അതായത് നമ്മുടെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്, ദൈവത്തിൻ്റെ ക്രേസിലാണ് അത് പ്രവർത്തിച്ചത്. കാരണം നമ്മുടെ ഒരു മെറിറ്റിലുമല്ല വണ്ടി കിട്ടിയത്, അത് ഫുൾ ഓപ്ഷൻസ് ആയിട്ട് ആ ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ലേ പൈസയുടെ ബുദ്ധിമുട്ടെല്ലാം കൊണ്ട് ഞങ്ങളുടെ ഒരു മെറിറ്റിലുമല്ല അത് കിട്ടിയത്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് ഞങ്ങൾ അമ്മയുടെ ഇഷ്ടപ്രകാരം ഗ്രേസ് എന്നാണ് പേര് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം, ഞങ്ങളുടെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്, പക്ഷേ ഞങ്ങൾ ഹസ്ബൻഡ് വർക്കിംഗ് ആയതുകൊണ്ട് 8-9 വർഷമായിട്ട് കാസർഗോഡാണ്. അവിടുന്ന് കണ്ണൂർ, പയ്യന്നൂർ, വേറെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പത്രം 3 പേരും ഒരുമിച്ച് ഞങ്ങൾ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വഴിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനം, അതുപോലെ തന്നെ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്ലെസ്സിങ്, പിന്നെ നമ്മുടെ സാക്ഷ്യം, എല്ലാം ബൈബിൾ വായന, എല്ലാം ഇതുവരെ ഉടമ്പടി എടുത്ത് ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. അതെന്ത് സാഹചര്യങ്ങളാണെങ്കിൽ പോലും, ഈ ട്രാവലിങ്ങിലാണെങ്കിൽ പോലും ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് പ്രാർത്ഥിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4-5 പേരെ കൊണ്ട് എനിക്ക് ഉടമ്പടി എടുപ്പിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക്, എനിക്ക് അറിയാവുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ദൈവത്തെക്കുറിച്ച് പറയും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ഷിനി ലിജു എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിലൂടെ ജീവിതത്തിൽ ലഭിച്ച ഓരോ നന്മകൾക്കും സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ സങ്കട നിമിഷങ്ങളിൽ, ജീവിതം ചലഞ്ച് ചെയ്യപ്പെടുന്ന നിമിഷങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ ധൈര്യമുണ്ടെങ്കിൽ ആ വിശ്വാസ പ്രഖ്യാപനം നമ്മളെ ദൈവാനുഗ്രഹത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. മകൾ മറ്റൊന്ന് സൂചിപ്പിച്ചു, അത് മകളെ പ്രസവിക്കുന്ന കാലത്ത് വാതസംബന്ധമായ രോഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് അറിയാതെ ഇല്ല എന്ന് പറയുകയും പിന്നീട് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മകൾക്ക് തീവ്രമായ വേദനയായി മാറുമ്പോഴും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിൽ ആ നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ഉടമ്പടി തൈലം പൂശി മറ്റൊരു മരുന്നുമില്ലാതെ സൗഖ്യപ്പെടുന്നതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. മറ്റൊന്ന് മകൾ സൂചിപ്പിച്ചത് ഒരു വാഹനം സ്വന്തമാക്കിയ സാക്ഷ്യമാണ്. അതും കയ്യിൽ പണമൊന്നുമില്ല, വണ്ടിയെടുക്കുവാൻ സാഹചര്യമൊന്നുമില്ല, എങ്കിലും അമ്മ മാതാവ് സന്ദേശം ടിയാഗോ എന്ന് കൊടുക്കുന്നത് കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ആദ്യം പോയി വാഹനം കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരികെ പോരുന്നു. പിന്നീട് അമ്മ മാതാവ് തന്നെ മറ്റൊരു സന്ദേശം OLXൽ നോക്കുവാനായി കൊടുത്തുകൊണ്ട് അത് കുടുംബത്തിന് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്നു.
പ്രിയമുള്ളവരെ, ഉടമ്പടി പ്രകാരം ഒരു സന്ദേശം നൽകുന്നത് അതൊരു തോന്നലല്ല, അതൊരു നിയോഗത്തിൻ്റെ സഫലീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി പ്രകാരം നമുക്കൊരു സന്ദേശം ലഭിക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ, അത് അനുഗ്രഹമാകുമെന്ന് ദൈവശരണത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്കത് അനുഭവമായി തീരും. തോന്നലായും ചിന്തയായും അത് വെറുതെ തോന്നിയതായും ഒക്കെ നമ്മൾ കരുതിയാൽ ആ സന്ദേശങ്ങൾ ഫലരഹിതമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഉടമ്പടിയിലാണോ, ഉടമ്പടിയിൽ അമ്മ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ, ഉടമ്പടി പ്രകാരം അമ്മ മാതാവ് തന്നെ ഓരോരോ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ട് അത് അനുഗ്രഹമാകുവാൻ, അത് ദൈവകൃപയാകുവാൻ, ജീവിതത്തിന് വളർച്ചയാകുവാൻ നമുക്കത് മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടിയിൽ ആഗ്രഹത്തോടെ പറയണം, ഓരോ നിമിഷവും ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന. ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ തയ്യാറാണോ? അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ സന്നദ്ധമാണോ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിരന്തരം പ്രാപിക്കുന്നത്, ജീവിതത്തിൽ വരുന്ന കഷ്ടതകളിൽ പോലും ദൈവികമായ സംരക്ഷണം അനുഭവിക്കുവാൻ സാധിക്കുന്നത് നമുക്ക് അറിയുവാനാവും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ദൈവിക സംരക്ഷണങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും. എൻ്റെ പേര് ഡാർവിൻ, വരാപ്പുഴ കൂനമാവ് കൊങ്ങോർപ്പള്ളി ഭാഗത്തുനിന്ന് വരുന്നു, എറണാകുളത്തുനിന്ന്. എൻ്റെ വൈഫുണ്ട് കൂടെ, ഷിൻസി എന്നാണ് പേര്. 3 മക്കൾ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. കൂടെ വൈഫിൻ്റെ അനിയനുമാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണൽ ലൈഫിലാണ് എനിക്ക് സാക്ഷ്യമുള്ളത്. ഞാനൊരു സാധാരണ ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനി, പുസ്തകത്തിൽ മാത്രം വിശ്വാസമുള്ള ഒരാൾ. പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, ധ്യാനങ്ങൾ കൂടും, എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം എന്നുള്ളത് തീർത്തും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഉള്ളിൻ്റെ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. പള്ളിയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ നമുക്ക് ആ ജീവിതത്തിൽ ആ വിശ്വാസം പ്രതിഫലിച്ച് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നതാണ്. വലിയ ആർഭാടങ്ങളോ വലിയ ദാരിദ്ര്യമൊന്നുമില്ല, നല്ല രീതിയിൽ മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ബോറടിയായി തോന്നി. ഇങ്ങനെ പോയാൽ പോരാ, ഒന്നില്ലെങ്കിൽ നമുക്ക് ജീവിതം മെച്ചപ്പെടുത്തണം. അങ്ങനെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4 വർഷം ആയിട്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്നും പള്ളിയിൽ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഏകദേശം 1 വർഷം ആയുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായി പള്ളിയിൽ പോകാൻ പറ്റാതെ ഉള്ളൊരു ജീവിതം ശരിയാവണില്ല. അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ആ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു. കേൾക്കുമ്പോൾ പലർക്കും അതൊരു തമാശയായിട്ട് തോന്നും. ഒരു വീട് വിൽക്കേണ്ടത് പള്ളിയിൽ പോണ കാര്യത്തിന് വേണ്ടി എന്തിനാണ് വീട് വിൽക്കണമെന്ന് തോന്നും. പക്ഷേ ആത്മീയമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഞങ്ങൾക്ക് ആ സമയത്താണ് അർത്ഥം മനസ്സിലായത്. സത്യം പറഞ്ഞാൽ അമ്മ ഡെയിലി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചാണ്, ഞാൻ ഡെയിലി പോയില്ലെങ്കിലും. പക്ഷേ ദൈവത്തോട് ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ്, നമുക്കൊരു വിശ്വാസം വരുന്നത്, ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലായത്. അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വീട് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ ഒരു ഉദ്ദേശം മുൻനിർത്തിയായിരുന്നു ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത്. ആദ്യം വൈഫാണ് എടുത്തത്, പിന്നെ ഞാനെടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യം ഉടമ്പടി എടുത്തു. എനിക്ക് വലിയ വിശ്വാസം അങ്ങോട്ട് തീരെയില്ല. പ്രത്യേകിച്ച് നമ്മളീ കാണുന്ന സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിലും ആയാലും നെഗറ്റിവിറ്റി നിറച്ച് നിൽക്കണേണ് കൃപാസനത്തിൻ്റെ. അപ്പോൾ നെഗറ്റിവിറ്റി തന്നെയായിരുന്നു ഉള്ളിൽ. വന്നു, ഉടമ്പടി എടുത്തു, പോയി. വൈഫ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും ഞാനിവിടെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു വിശ്വാസം, മാതാവിന് വിശ്വാസം ഉണ്ടെങ്കിലും വെറുതെ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രഹസനം എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഞാനിവിടെ ഇരുന്നു. വൈഫ് ഉടമ്പടി എടുത്ത് പോയി. ഒന്നും നടന്നില്ല. അല്ലെങ്കിൽ വൈഫിനായാലും വൈഫിൻ്റെ എക്സ്പീരിയൻസ് വൈഫ് പറയും. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ വീട് ഇവിടെ നിന്ന് വിറ്റ് പോയാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടൂ എന്നുള്ളത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു. ഞങ്ങളുടെ ആ വഴിയിൽ നടന്ന് ഞാൻ പോകുമ്പോൾ ഒരു തട്ടൻ പോലെ ഇട്ട, മുസ്ലിംസാണ് പൊതുവെ തട്ടിടാറ്, ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുമ്പോൾ മാത്രം. ഇന്നത്തെ കാലത്ത് അതുമില്ല. പക്ഷെ എന്നാലും തട്ടോട്ടിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര വചനം പഠിച്ചു എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. ഞാൻ പിന്നീട് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. വൈഫ് പറഞ്ഞത് മാതാവായിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, എൻ്റെ അടുത്ത് വന്ന് മാതാവ് ചോദിക്കേണ്ട ആവശ്യമില്ല,
അങ്ങനെ ആ ഒരു ലാഘവത്തോടെ തള്ളിക്കളഞ്ഞു. പിന്നീട് ഞാൻ ആലോചിച്ചു, ആ ഭാഗത്ത് മുസ്ലിംസായിട്ട് ഒരാൾ പോലും ഇല്ല, ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമാണ്, പിന്നെ ഹിന്ദുസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ വരാൻ ഒരു ചാൻസും അവിടെ ഇല്ല. ഞാൻ വിശ്വസിച്ച മാതാവ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, തിരിച്ചു ചെന്നു. വീണ്ടും വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു പോകുന്നു, ഒന്നും ഫൈനലിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ചൊന്നും ഒരു കാര്യം ചെയ്യാം, വിദേശത്തേക്ക് നോക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ജോലി 4 വർഷമായിട്ടുണ്ടായിരുന്ന ജോലി ഞാൻ വേണ്ടാന്ന് വയ്ക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ റിസൈൻ ചെയ്യുന്നു. വൈഫിന് ജോലി പുറത്തേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഞാനപ്പോൾ പിള്ളേരെ നോക്കി വീട്ടിലിരുന്നോളാം എന്നുള്ള പ്ലാനായിരുന്നു. അവിടെയും ദൈവം വേറൊരു ട്വിസ്റ്റ് കൊടുത്തു. ഞാനിപ്പോൾ ജോലി രാജിവെച്ച് ഞാൻ വീട്ടിൽ തന്നെയാണ്. വൈഫ് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. വൈഫിൻ്റെ വിസ റിജക്ഷൻ ആവുന്നു. കാരണം ഇന്ത്യൻ നാഷണാലിറ്റിക്ക് കുറച്ച് നാൾ കൂടെ കഴിഞ്ഞിട്ടേ വിസ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഞാൻ തിരിച്ച് കമ്പനി കയറാൻ നോക്കിയപ്പോഴത്തേക്കും വൺസ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കയറ്റില്ല എന്ന് പറയും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുത്ത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഈ കുടുംബം അന്ന് 3ാമത്തെ കുട്ടിയില്ല, എനിക്ക് 2 കുട്ടികളേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ ഒരു കുടുംബം 5 അംഗ കുടുംബം, ഞാൻ മാത്രമേ ഉള്ളൂ ജോലിക്ക് പോകുന്നത്. ഒപ്പം വീട് വാങ്ങിയതിൻ്റെ ലോണും ഉണ്ട്. അതിൻ്റെ മന്ത്ലി EMI തന്നെ നല്ലൊരു തുകയിൽ. അപ്പോൾ അതടക്കാനായിട്ടുള്ളൊരു വഴിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ബെറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വിശ്വാസത്തിൽ ഉറച്ചു നിന്നാലേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ വീണ്ടും പ്രാർത്ഥനയിലും വിശ്വാസത്തിൽ കാരുണ്യ പ്രവർത്തികളായാലും ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ പുറത്തു കൊണ്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് വിശ്വാസപരമായിട്ട് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അമ്മ ഈ 6 മാസ കാലയളവിൻ്റെ ഇടയിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അടുത്ത് എൻ്റെ അമ്മ തന്നെ പറയും, നിന്നെ തിരിച്ചാ കമ്പനി തന്നെ എടുക്കും, നീ പേടിക്കണ്ട. അപ്പോൾ ഞാൻ അമ്മനെ കളിയാക്കാറുണ്ട്. എനിക്ക് HR-ൻ്റെ കാര്യങ്ങൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം, അവരെടുക്കില്ല എന്നുള്ള പോളിസി ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് ചെറിയൊരു പ്രതീക്ഷയിൽ ഞാൻ വിളിച്ച് ചോദിച്ചു, സാറിനെ വിളിച്ച് സംസാരിച്ച് എനിക്ക് തിരിച്ച് കയറാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോഴും സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഇങ്ങനത് കയറാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷ എല്ലാം പോയി. വീണ്ടും അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ കയറ്റും, നിന്നെ തിരിച്ച് കയറ്റും എന്ന് അമ്മ പ്രാർത്ഥിക്കണം. അമ്മയുടെയൊക്കെ പ്രാർത്ഥന ഫലമാണ് നമ്മളിവിടെ നിൽക്കാൻ കാര്യം. ഇതേപോലെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഈ പ്രാർത്ഥന വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ടിരിക്കണതാണ് ആ സമയത്ത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് എച്ച് വിളിച്ചിട്ട് സംസാരിക്കുന്നു, നിനക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ എച്ച് ഒരു അസിസ്റ്റൻ്റ് എന്നെ വിളിക്കുന്നു, PA വിളിക്കുന്നു. അങ്ങനെ GM ആയിട്ട് സംസാരിക്കുന്നു, MD ആയിട്ട് സംസാരിക്കുന്നു. ആ കമ്പനിയിലേക്ക് തിരിച്ച് കയറാനുള്ളൊരു ഓപ്ഷൻ വരുന്നു. അപ്പോഴും എൻ്റെ പ്രതീക്ഷയിൽ, മാതാവേ എനിക്ക് ഞാൻ ഇറങ്ങിയ സമയത്തുള്ള ശമ്പളം മാത്രം മതി, അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് എത്രയും ഉണ്ടായിരുന്നു അത് മാത്രം മതി, അതെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ തിരിച്ച് കയറാൻ ചെന്നപ്പോഴത്തേക്കും പഴയ ശമ്പളം പ്ലസ് സാലറി ഹൈക്ക് പ്ലസ് ഇൻക്രിമെൻ്റായിട്ട് എന്നെ തിരിച്ച് ദൈവം കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ വീണ്ടും ആ ജോലിക്ക് കയറി. ജോലിക്ക് ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിൽ ഒരു സ്പൈക്ക് ഉണ്ടായത്. വിശ്വാസം ഒന്ന് ഉണർന്നത് ആ സമയത്താണ്. അതിനുശേഷം ഡെയിലി പള്ളിയിൽ പോകാനും, ആരും പറയണ്ട, ഡെയിലി പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും നമ്മളുടെ ഉള്ളു തുറന്ന് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വിസിബിളായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വിശ്വാസം എന്താണെന്ന് ഞാൻ പഠിച്ചത് ഈ ഒരു സംഭവം തുടങ്ങിയതാണ്. അതിനുശേഷം ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോഴും ഞങ്ങൾ പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ എഗ്രിമെൻറ്റ് തീർന്നിട്ടില്ല. പുതിയ വീട് വാങ്ങിച്ച് എങ്കിലും അവിടെ വാടക കൊടുത്തേക്കുക, കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് പോകണം. ആ ഒരു വിഷമത്തിൽ, ആ ഒരു അവസരത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേന് എന്ത് ചെയ്യും, പ്രാർത്ഥന കാര്യങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴാണ് വൈഫ് പറഞ്ഞ്, എടോ നമുക്ക് ഭക്ഷണം കൊടുക്കുന്ന കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യാം, നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക, അത് കുറച്ചും കൂടി നല്ലതല്ലേ, കുറച്ചുകൂടി നമ്മുടെ എഫേർട്ടില്ലേ, മാതാവ് അത് കാണൂലേ. അങ്ങനെ കൃപാസന ഉപ്പൊക്കെ ഇട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി, നല്ല രീതിയിൽ കുറച്ച് എണ്ണം കൂട്ടി. ആദ്യം 10 പിന്നെ ഒരു 13 അങ്ങനെ എണ്ണം കൂട്ടി ഞങ്ങൾ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഈ 2 കൊല്ലം ഏകദേശമായി എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് ഒന്നും അനങ്ങാതെ കിടക്കുന്ന വീടിൻ്റെ കാര്യം. അത് ഒരൊറ്റ മാസം കൊണ്ടിട്ട് വീടിന് അവർ എഗ്രിമെൻറ്റ് ചെയ്ത ആൾക്കാർ തിരിച്ചു വരുന്നു. അവർ ബാക്കി കാശ് തരാമെന്ന് പറയുന്നു. കുറച്ച് കാശ് കുറഞ്ഞാലും കുഴപ്പമില്ല, അവർ ചെയ്യാമെന്ന് പറയുന്നു. ഞങ്ങൾ വാങ്ങിച്ച വീടിൻ്റെ വാടകക്കാരുടെ കരാറ് കഴിയുന്നു. എല്ലാം
എന്താ പറയുക, ടൈം ഷോർട്ടനിങ് എന്നുള്ളത് ശരിക്ക് മനസ്സിലായതാണ് എനിക്ക്. അച്ഛൻ പലപ്പോഴും, ബഹുമാനപ്പെട്ട അച്ഛൻ ജോസഫ് അച്ഛൻ പറയുമ്പോൾ ടൈം ഷോർട്ടനിങ് എന്ന് പറയുമ്പോൾ ഞാനത് തമാശയായിട്ട് എടുക്കാറ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ ടൈം ഷോർട്ടനിങ് ക്ലിയർ ആയിട്ട് കണ്ട ആ മൊമെൻറ്റിലാണ് എനിക്ക് എൻ്റെ വിശ്വാസം വർദ്ധിച്ചത്. അങ്ങനെ വീട് ശരിയാവുന്നു. ഇതിൻ്റെ എല്ലാം ഇടയിൽ ഏകദേശം ഒരു 3-4 കൊല്ലത്തോളം എനിക്കൊരു കാറ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയ കാറുകളല്ല, സാധാരണ ഒരു കാറാണ്. അപ്പോൾ എനിക്ക് പുതിയ തന്നെ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ ഈ ശമ്പളമില്ല, ജോലിയില്ല, ആ സമയത്ത് ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ. അതിൻ്റെ റിവ്യൂസ് കാണുക, കാറിൻ്റെ കാര്യം കാണുക. അപ്പോൾ ഇവരൊക്കെ എന്നെ ചീത്ത പറയും. വൈഫ് പറയും, എടോ തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുത്താൽ പോരെ. അപ്പോൾ ഇല്ല, മാതാവ് എനിക്ക് തരും. അത് ഈ വിശ്വാസം വന്നതിന് ശേഷമാണ് എൻ്റെ ഒരു പ്രതീക്ഷ, എനിക്ക് മാതാവ് പുതിയ തന്നെ വാങ്ങിത്തരുമെന്നാണ്. ഈ വീടിൻ്റെ ഒരു സെല്ലായതിന് ശേഷം പുതിയ വീട്ടിലേക്ക് അവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. അതിന് കുറച്ച് കാശേ ഉള്ളൂ, മുഴുവൻ തീർക്കാൻ കാശില്ല. പ്ലസ് കാറ് വാങ്ങണമെങ്കിൽ അതിന് കുറച്ച് കാശ് വേണം, ഈ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനെങ്കിലും കുറച്ച് കാശ് വേണം. അങ്ങനെ തീരുമാനിച്ചെന്നാൽ വേണ്ട, സെക്കൻഡ് ഹാൻഡ് മേടിക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അവിടെയും എങ്ങനെയെന്നറിയില്ല, പുതിയ കാറ്, ഞാൻ ആഗ്രഹിച്ച മോഡൽ തന്നെ, ടോപ്പ് എൻഡ് തന്നെ ദൈവം എനിക്ക് വാങ്ങിത്തന്നു. പരിശുദ്ധ അമ്മ തന്നെയാണ്. ഞാൻ ആദ്യം ആ കാറ് കാണാൻ പോയപ്പോഴത്തേക്കും ഷോറൂമിൽ ചുമ്മാ കയറിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉപ്പ് കൈ കരുതിയിട്ടുണ്ട്, നഖത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വിശ്വാസമായിരുന്നില്ല ആ സമയത്ത്, വൈഫ് പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നു, അങ്ങനെ ഞാൻ ആ ഉപ്പിട്ട് ചെയ്തതിൻ്റെയാണ് എൻ്റെ വിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കാനായിട്ടാണ്. വൈഫ് പറഞ്ഞിട്ടാണെങ്കിലും ഞാനങ്ങനെ ചെയ്തിട്ട് എനിക്ക് ആ കാറ് മാതാവ് മേടിച്ചു തന്നത്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ആ കാറും ഈ ഭവനവും എല്ലാം ഒരേ സമയത്താണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കുകയാണ് എനിക്ക് ചെയ്തത്. അല്ലാതെ എനിക്ക് വലിയ നടക്കാത്ത സംഭവങ്ങളൊന്നും കൂടുതൽ പറയാനായിട്ടില്ല. പക്ഷേ എൻ്റെ വിശ്വാസം വർദ്ധിച്ചത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ തന്നെയാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വിശ്വാസം വർദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാനും പ്രാർത്ഥിക്കണത് തന്നെയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കും, ഞാനും വൈഫായിട്ട് കൊടുക്കും. പിന്നെ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം സാധാരണ പത്രം എല്ലാവരും കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കാറുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ കൃപാസനത്തിൻ്റെ ധ്യാനം, പിന്നെ മറ്റ് വൈദികരുടെ അച്ഛന്മാരുടെ പ്രസംഗം, ഇതിലെല്ലാത്തിലും സാധാരണ എല്ലാവരും കാണാറുണ്ട് കമൻ്റ് എഴുതിയിരുന്ന പരിപാടി. ഓരോരുത്തരുടെ പ്രാർത്ഥനയുണ്ടാവും, മകൾക്ക് ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും, ആ ഇഷ്ടമായ കമൻറ്റുകൾ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഏർലി സ്റ്റേജിൽ ഞാൻ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാന്താണ്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞ മാതാവ് കമൻറ്റ് ഒന്ന് കാണോ? ഇല്ല. അപ്പോൾ ഞാനിത് കളിയാക്കി തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു എൻഡിലേക്ക് എത്തിയ ആ ഒരു മൊമെൻറ്റിൽ എനിക്കൊരു ഉള്ളിൽ പ്രചോദനം തന്നാണ് ആ കമൻറ്റിൽ വരുന്ന ഓരോ കമൻറ്റിനും അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ എഴുതി. ആ ഡയറിയിൽ ഞാനപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ എൻഡിലേക്ക് വന്നപ്പോൾ ഞാൻ ഡെയിലി ജോലി കഴിഞ്ഞ് അരമണിക്കൂർ ആരാധനാലയത്തിൽ പോയി ഇരിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രചോദനം വന്നപ്പോൾ ഞാൻ ഓരോരുത്തരുടെയും പേരും അവരുടെ അസുഖങ്ങളും ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ നേരെ ആരാധനാലയത്തിൽ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ആൾത്താരയുണ്ട്, അവിടെ തുറന്ന് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് ബൈബിൾ എടുക്കുമ്പോൾ കിട്ടുന്ന വചനം ഞാൻ ആ കമൻറ്റിലുള്ളവർക്ക് റിപ്ലൈ കൊടുക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഫലിക്കുന്നുണ്ടോ, അവർക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന വഴി എനിക്ക് തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമെന്നേ. നമ്മൾ വിചാരിക്കുക ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. പ്ലസ് നമ്മളും ഒന്ന് ചെവി തുറന്ന് കണ്ണ് തുറന്ന് മറ്റുള്ളവരെയും കൂടി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. എൻ്റെ വൈഫിന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ കാര്യങ്ങൾ വൈഫ് പറയും. ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും ആ അമ്മയെ എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്കും കൊടാനുകോടി നന്ദി. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ നിയോഗം എഴുതിയത് പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിക്കുന്ന പോലെ എനിക്കും ഈശോയെ സ്നേഹിക്കാൻ പറ്റണം. പക്ഷെ ഞാനത് പ്ലാൻ ചെയ്ത് വന്നതോ ഒന്നുമല്ല, എൻ്റെ ഉള്ളിൽ അന്നേരം തോന്നി ഞാൻ എഴുതിയതാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതും നടന്നതുമായിട്ടുള്ള ആ കാര്യം ഒന്നിനും വേണ്ടിയല്ല, എൻ്റെ കാര്യങ്ങൾ കാണാനോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യം ഈശോയോട് പറയാനോ അതൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് ഈശോയുടെ കൂടെ ഇരിക്കണം, എനിക്ക് വചനം വായിക്കണം, വചനം പഠിക്കണം, അങ്ങനത്തെ ഒരു ചിന്തയും ഇന്ന് ഈശോയുടെ കൂടെ ഇരുന്നില്ലല്ലോ, ഈശോയോട് വർത്താനം പറയാൻ പറ്റിയില്ലല്ലോ, അങ്ങനത്തെ ഒരു രീതിയായി മാറി.
അപ്പോൾ ഒത്തിരി സന്തോഷമുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ മാറ്റം വന്നതിലാണ്. ആദ്യം ഹസ്ബൻഡ് പറഞ്ഞ പോലെ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ എന്താണ് ഉടമ്പടി, എങ്ങനെയാണോ ഒന്നും അറിയില്ല. പക്ഷേ അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലായതും എങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറേ പ്രാർത്ഥന ചൊല്ലിക്കൂട്ടലല്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം എന്നൊക്കെ മനസ്സിലായത് പിന്നീടാണ്. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി ഞാനെടുത്തു. 90 ദിവസമായി ഒരു അനക്കവുമില്ല. കാരണം ഈ രണ്ടാമത്തെ മോള് ആ സമയത്ത് ഒരു 3 മാസമൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, കാരണം ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ടിട്ടാണ് എൻ്റെ കാര്യങ്ങൾ നടക്കാത്തത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മയോടിരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല, അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പരാതിയില്ല. പക്ഷേ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഉടമ്പടി തീരണം. അന്ന് വെളുപ്പിന് 3 മണിക്ക് ഞാൻ എഴുന്നേക്കുവാണെങ്കിൽ ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്ത്. അത് ഞാൻ എഴുന്നേക്കണില്ലെങ്കിൽ ഈശോ ഇത് ആഗ്രഹിക്കണില്ല, എനിക്ക് കുറച്ച് വലുതായിട്ട് വൃത്തിയായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ വന്ന് പുതുക്കാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ ഞാനിത് അമ്മയോട് പറഞ്ഞ് ഞാൻ മറന്നുപോയി. ഉടമ്പടി തീരണം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ലേറ്റായിട്ടാണ് കിടന്നത്. ഞാനിത് മറന്നും പോയി. വെളുപ്പിന് ഒരു 2:55 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ്. കറണ്ട് പോയി, ഞാൻ മാത്രം എഴുന്നേറ്റ്. പിള്ളേരൊക്കെ ഉറങ്ങണ്, ആരും അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഞാൻ ആ സംഭവം ഇന്നത്തെ ഡേറ്റൊക്കെ ഓർത്ത്. അപ്പോഴാണ് ഞാൻ ഓർക്കണം, ഇന്ന് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെളുപ്പിന് 3 മണിക്ക് എന്നെ വിളിക്കണമെന്ന്. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഉണ്ടായൊരു വ്യക്തിപരമായിട്ടുണ്ടായ ഒരു അനുഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഇത്രയും ഞാൻ ചെറിയതായിട്ട് പറഞ്ഞൊരു കാര്യം ഇത്രയും ഓർത്തിരുന്ന് എനിക്കതിന് ഉത്തരം തന്നപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അന്ന് ഒത്തിരി സന്തോഷമായി, പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. പിന്നെ ഞാൻ പിന്നീട് വന്ന് പുതുക്കി. കാരണം എനിക്ക് ഉറപ്പായി ഈശോ സമ്മതിക്കുന്നുണ്ടല്ലോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കൂടുതൽ നന്നായി ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പറ്റുന്ന പോലെയൊക്കെ കൂടുതൽ നന്നായി ചെയ്യാൻ തുടങ്ങി. ഉപവാസവും അങ്ങനെ പൊതിച്ചോറ് കൊടുക്കലൊക്കെ അങ്ങനെയാണ് കൂടുതൽ തുടങ്ങിയത്. കാരണം ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് മാറിയിട്ട് എന്താണ് എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ല. ഹസ്ബൻഡിനെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ആ വീടിൻ്റെ കാര്യങ്ങൾ കൂടുതലും ശരിയായി വരുന്നത്. പിന്നെ പുതിയൊരു വീട് വാങ്ങിക്കണതും ഇനിയൊരു അബദ്ധം പറ്റരുതല്ലോ. അപ്പോൾ അമ്മ തന്നെ കാണിച്ചു തരണം, ഈശോ ആഗ്രഹിക്കുന്ന വീടായിരിക്കണം, പള്ളിയുടെ അടുത്തായിരിക്കണം ആ വീട്. അതൊക്കെയായിരുന്നു ആകെ കൂടെ ഉണ്ടായ ആഗ്രഹം. അങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു, കൃപാസനം പത്രം എങ്കിലും കണ്ടാൽ മതി, അതാണ് അമ്മ എനിക്ക് കാണിച്ചു തരുന്ന അടയാളം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ വീട് പോയി കാണാൻ പോകും. ഒരിടത്തും അങ്ങനത്തെ പേപ്പർ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഏത് വീട് പോയി കാണുമ്പോഴും നമ്മുടെ പത്രം ഉണ്ടോ, എന്താ എൻ്റെ അടയാളം ഉണ്ടോ എന്ന് നോക്കിയാൽ ഞാൻ നടക്കണം. അപ്പോൾ ഒരിടത്തൊന്നുമില്ല. ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്കും കൃപാസന അമ്മയുടെ ഫോട്ടോ ആ വീട്ടിൽ ഒട്ടിച്ച് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് മതി, നമുക്ക് വീടിൻ്റെ കാര്യങ്ങളോ അതിൻ്റെ സൗകര്യങ്ങളൊന്നും നോക്കിയില്ല, അമ്മയുടെ ഫോട്ടോ കണ്ടു, അത് മതി. അങ്ങനെ വേഗം ആ വീട് അഡ്വാൻസ് കൊടുത്തു. അത് എനിക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട്. ആ വില്ലയുടെ പേരും മഴവിൽ നഗർ എന്നാണ്. അപ്പോൾ എനിക്കതിൽ ഉറപ്പാണ്, കാരണം അമ്മ ഇത് കാണിച്ചു തന്നാണ്, ഉടമ്പടിയിലൂടെ അമ്മ എനിക്ക് തന്നതാണെന്ന് എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ അതും ഒരു കാരണമായി. അങ്ങനെയാണ് ആ വീട് എടുത്തത്. അതിൻ്റെ അകത്തേ കൂടിയും കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് വരുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണ്. കാരണം അമ്മ കാണിച്ചു തന്ന വീടാണ്, അമ്മ കൂടെ ഉണ്ട്. അപ്പോൾ ഈ 3ാമത്തെ കുഞ്ഞിനെ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഉടമ്പടി പുതുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, പുതുക്കിയില്ലെങ്കിൽ ഇങ്ങനെ അമ്മ കൂടെ ഉണ്ടാവില്ലേ, അമ്മ പുതുക്കിയാൽ മാത്രമേ ഉണ്ടാവൂ. അപ്പം എൻ്റെ ആ പൊട്ട ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കാലിൽ തിളച്ച വെള്ളം വീണ്. പക്ഷെ ഞാനപ്പോൾ കുഞ്ഞ് വന്ന് വീഴുമല്ല എന്ന് ഓർത്ത് തുണിയെടുത്ത് വന്ന് തുടക്കുകയായിരുന്നു. അപ്പോഴാണ് അയ്യോ എൻ്റെ കാലിൽ വീണിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പം അത് എനിക്കൊരു ഭയങ്കര ഒരു ധൈര്യം, ആ അമ്മയുണ്ട്, അതുകൊണ്ടിട്ടാണ് എൻ്റെ കാലിൽ പൊള്ളാഞ്ഞത്. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഉണ്ടായത്, ചെവിട്ടിൽ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിട്ടിൽ എന്തോ കയറിയ പോലെ എനിക്ക് തോന്നി. പക്ഷേ ഒന്നും ഫീലൊന്നും ചെയ്യണില്ല. പിന്നീട് ഞാൻ വന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തോ എൻ്റെ ചെവിട്ടിലുണ്ടോ ഒന്ന് നോക്കുമോ. നോക്കിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയാ, അമ്മയുടെ ഉപ്പ് പ്രാർത്ഥിച്ച് ചെവിട്ടിലിട്. അങ്ങനെ ചെവിട്ടിലിട്ട്
അപ്പോഴും ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ട്, തോണ്ടി നോക്ക്. അങ്ങനെ ഞാൻ തോണ്ടി നോക്കിയപ്പോൾ എൻ്റെ ചവിട്ടിയിൽ നിന്ന് ഒരു 8 കാലിനെയാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് അതുകൊണ്ടിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഒന്നുമില്ല. അതോടുകൂടി പിന്നെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമോ, ഉടമ്പടി പുതുക്കാത്ത കൊണ്ടിട്ട് അമ്മ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് മാറി. ഞാൻ ഇപ്പം നമ്മൾ വിവാഹം ഒരു ഉടമ്പടിയാണല്ലോ, അപ്പോൾ അതും നമ്മൾ ആ ഒരു ഉടമ്പടിയിൽ ജീവിക്കണ പോലെ ഇത് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഉടമ്പടിയിലാണെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കണത്. ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കാനും പറ്റി. ഈശോയ്ക്കും മാതാവിനും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7ഉം 8ഉം തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിനെ ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ആൻ്റണി ഡാർവിൻ ഷിൻസി എന്ന ഇവരുടെ കുടുംബത്തിൻ്റെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അവരിപ്പോൾ ഏറ്റു പറഞ്ഞത്. ആൻ്റണി ഡാർവിൻ പറഞ്ഞതുപോലെ ഒരു സാധാരണ ക്രിസ്ത്യാനി ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അവർ അസാധാരണമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ചുവടുവെപ്പുകളെക്കുറിച്ചായിരുന്നു അവർ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് ഓരോ നിമിഷത്തിലും പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് അവർക്ക് എണ്ണി പറയുവാനുണ്ട്. ആൻ്റണി ഡാർവിനെ ഒരുപാട് നെഗറ്റിവിറ്റി കേട്ട് അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ, കമൻറ്റ് ബോക്സിൽ ആളുകളെല്ലാം പ്രാർത്ഥന എഴുതിയിടുന്നത് മാതാവ് വന്ന് കാണുന്നുണ്ടോ, അതിനെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് തൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് വളരാൻ മാത്രം പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത്. അദ്ദേഹം തന്നെ എന്തിനെയൊക്കെയാണോ നെഗറ്റീവായി കണ്ടിരുന്നത് അതെല്ലാം ഇത് പോസിറ്റീവാണ്, ഇതെല്ലാം സാധ്യമാണ്. തൻ്റെ ഒരു ജീവിതാനുഭവത്തിലൂടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 2 വർഷവും എഗ്രിമെൻ്റ് ചെയ്ത ഒരു വീടിൻ്റെ അവസ്ഥയിൽ നിന്ന് 1 മാസത്തിൻ്റെ സമയച്ചുരുക്കം കൊണ്ട് അവർക്ക് ആ വീട്ടിലേക്ക് മാറി താമസിക്കുവാനുള്ള വലിയ അനുഗ്രഹം നൽകിയപ്പോഴാണ് ഈശോ തൊടുന്നു, പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലൂടെ സഞ്ചരിക്കുന്നു, അനുഭവത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വലിയ ജീവിത അവസ്ഥ അവർക്ക് മനസ്സിലായി കിട്ടിയത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ തിരിച്ചു വിട്ട ഒരു കമ്പനിയിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ച ഒരു വലിയ സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റേത്. ഇനി ഒരിക്കലും ഒരു 6 മാസക്കാലത്തിനിടയിൽ ഇനി ആ പിരിച്ചുവിട്ട ആ കമ്പനിയിലേക്ക് ഒരിക്കലും തിരിച്ചു വിളിക്കുക എന്നുള്ളത് ഒരു സാധ്യതയാണ്. പക്ഷേ തിരിച്ചെടുക്കുക എന്നുള്ളത് ഒരു അസാധ്യതയാണ്. ആ അസാധ്യതയാണ് കൃപയിലൂടെ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തിക്കൊണ്ട് ഐശ്വര്യത്തിലേക്ക് അഹറോൻ്റെ വടി തളർത്തതുപോലെ എൻ്റെ ജീവിതത്തിനൊരു പുതിയ അർത്ഥമുണ്ട്, മാനമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉടമ്പടി ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായത്. നമുക്കറിയാം, ഇന്ന് യുദ്ധക്കെടുതി കാലത്തിൽ കമ്പനികൾ അടച്ചുപൂട്ടുന്നു, ഹോട്ടലുകളെല്ലാം ജോലിക്കാരെ പിരിച്ചുവിടുന്നു. എല്ലാ സ്ഥലത്തും ജോലിക്കാരെ തിരിച്ചുവിടുമ്പോഴും മക്കൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നത്, എനിക്കുള്ളത് എനിക്കുണ്ട്, പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്, ഞാൻ ഉടമ്പടിയിലാണ്. ഇന്ന് സാക്ഷ്യം പറയുന്ന എല്ലാ മക്കളുടെയും ഉറപ്പതാണ്, ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്കൊന്നിനെക്കുറിച്ചും സമയച്ചുരുക്കമുണ്ടാകാം, സമയദൈർഘ്യമുണ്ടാകാം, പക്ഷേ ഉടമ്പടിയിലുള്ള മക്കൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും ചഞ്ചലപ്പെടേണ്ടതില്ല. എൻ്റെ കാര്യം നൽകുന്ന, എൻ്റെ കാര്യം നടക്കുന്ന, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് എനിക്ക് വേണ്ടി പൊരുതിക്കൊള്ളും എന്നുള്ള ഒരു വലിയ ശാശ്വതമായ ഉടമ്പടി, ശാശ്വതമായ ഉറപ്പ് നമുക്കുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും, ആൻ്റണി ഡാർവിന് ഒരു കാറിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എത്ര മെച്ചപ്പെട്ട ഒരു സാധ്യതയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഒരു സഹോദരനിവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ബിരിയാണി വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ മറ്റുള്ളവർക്ക് ബിരിയാണി കുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്ന്. ഇത് തന്നെയാണ് ഈ കുടുംബത്തിനും പറയാറുള്ളത്. ഒരു മെച്ചപ്പെട്ട കാരുണ്യ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ഒരു മെച്ചപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അവരുടെ ജീവിത രീതികൾക്കുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അടയാളം ലഭിച്ചുകൊണ്ടിരുന്നു. ഷിൻസി പറഞ്ഞതുപോലെ, ഞങ്ങൾക്ക് വീട് ഇത് പരിശുദ്ധ അമ്മ തരുന്നതാണോ, ആ വില്ലയുടെ പേര് തന്നെ മഴവില്ലെന്നാണ്. അപ്പോൾ എല്ലാത്തിലും അവർ പരിശുദ്ധ അമ്മയുടെ ചിത്രമോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോ അപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്ക് വസിക്കാൻ താമസിക്കാൻ ഈശോയ്ക്ക് വസിക്കാൻ പറ്റിയൊരിടമാണോ എന്നന്വേഷിച്ചുകൊണ്ടാണ്
ഉടമ്പടി മക്കൾ എപ്പോഴും മുന്നോട്ട് കാൽവെപ്പെടുക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റി നമുക്കൊരു ബെറ്റർ ലൈഫ് നൽകുന്നതിനും നമ്മെ എപ്പോഴും നിത്യതയിലേക്ക് നടന്നടുപ്പിക്കുന്നതിനും ഈശോയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കാൻ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിനും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി യേശുനാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ബിയ വിൻസെൻ്റ്. ഇതെൻ്റെ അമ്മയാണ് ബീന വിൻസെൻ്റ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 25-ാം തീയതിയാണ്. അമ്മ അതിനു മുൻപേ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം മാർച്ച് മാസത്തിൽ 2024 ഞാൻ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് തിയറി എക്സാം കഴിഞ്ഞ് ഒരു 2 വീക്ക് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. ആ സമയത്ത് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും അമ്മയും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുൻപിൽ ഒരു വണ്ടി, നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടി കുറുകെ ചാടി. അപ്പം അതിലിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. സ്കൂട്ടറായിരുന്നു. അപ്പം അമ്മ എൻ്റെ പുറകിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. ഞാൻ വീണില്ല, വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ആ വണ്ടി വെച്ച് തിരിച്ച് അമ്മയെ നോക്കുന്ന സമയം കൊണ്ട് ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും കരങ്ങൾ അമ്മയെ ആ റോഡിൽ നിന്നും പിടിച്ച് എണ്ണയിപ്പിച്ച് നിർത്തിയിരുന്നു. അമ്മയുടെ കയ്യിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അമ്മ മാതാവ് ആ ഉടമ്പടി കാശുരൂപം അമ്മ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായി ഒരു ആപത്തും കൂടാതെ, ഒരു മുറിവുകളും ഇല്ലാതെ പൂർണ്ണമായിട്ടും ആ അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. അത് ഞാൻ വിശ്വാസത്തോടെ എൻ്റെ കൺമുൻപിൽ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഉറപ്പിച്ചു, ഇനി ഞാൻ താമസിക്കില്ല, ഇനി ഞാൻ ഉടമ്പടി ഉടനെ തന്നെ എടുത്തിരിക്കും. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. തിയറി എക്സാം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഉടമ്പടി കാശുരൂപമൊക്കെ കൊണ്ടാണ് പിന്നീട് പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നത്. അങ്ങനെ BSc നഴ്സിംഗിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. OBG എന്ന എക്സാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, 50 ഷീറ്റുള്ള ബുക്ക്ലെറ്റിൽ വെറും ഏകദേശം 30ഓളം ഷീറ്റുകൾ മാത്രമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് എക്സാം ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിൽ അന്ന് എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഇത് ഫൈനൽ ഇയർ എക്സാമാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പാസ്സാക്കി തരണം. നോട്ട് ബൈ മൈ മെറിറ്റ്, ഒൺലി ബൈ ഗ്രേസ്. എൻ്റെ കഴിവ് കൊണ്ട് ഞാനത് പാസ്സാകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബാക്കിയുള്ള 3 സബ്ജക്റ്റുകളും എളുപ്പമായിരുന്നു. പക്ഷേ ആ സബ്ജക്റ്റ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് എന്നെ എടുത്ത് ഉയർത്തുകയാണ് ചെയ്തത്. കാരണം ഞാൻ തോൽക്കുമോ എന്ന് പോലും പേടിച്ചിരുന്ന OBG എന്ന ആ എക്സാമിനായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലഭിച്ചത്. ബാക്കി 3 സബ്ജക്റ്റുകളെക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ BSc നഴ്സിംഗ് പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ OBG എന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുകയും ചെയ്തു. പിന്നീട് OET പഠിക്കാനായിട്ട് ഞാൻ പോയി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ OET പാസ്സാകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ ഉടമ്പടിയിലാണ്. അപ്പം അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട്, ഞാനത് പാസ്സാകും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ ക്ലബിംഗ് സ്കോർ മാത്രമാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയത്. അതിനുശേഷം എനിക്ക് മനസ്സിലായി, കൂടുതൽ ഈശോയോടും അമ്മ മാതാവിനോടും അടുക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ജീവിതത്തിൽ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലബിംഗ് സ്കോർ മാത്രം എനിക്ക് ലഭിച്ചത്. UK വേണ്ട റിക്വയർഡ് സ്കോർ അന്ന് എനിക്ക് ലഭിച്ചില്ല. അതിനുശേഷം 2ാമത് ഞാൻ വീണ്ടും OET എഴുതി. അന്ന് എനിക്ക് ഇത്രയും പോലും മാർക്ക് ലഭിച്ചില്ല. വീണ്ടും 3ാമത് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി. അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു. അന്ന് ഞങ്ങൾ എക്സാം എഴുതാൻ കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരോടും അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ 3ാമത്തെ എക്സാം ഞാൻ എഴുതി. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പരീക്ഷാ ഹാളിൽ ഉപ്പ് വിതറി, ഉടമ്പടി തൈലം ഉപയോഗിച്ച്, തേൻ ഉപയോഗിച്ച് ഞാൻ എക്സാം എഴുതി. 3ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ OET പാസ്സായി. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. OET പാസ്സായതിനു ശേഷം
അടുത്തത് CBT എക്സാമാണ്. അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. വളരെ പ്രയാസകരമായ ഒരു പരീക്ഷ തന്നെയാണത്. ആ സമയത്ത് ഞാൻ എക്സാമിന് എനിക്ക് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. എക്സാം സെൻറ്റർ ചെറിയതായിട്ടൊന്ന് മാറിപ്പോയി. അങ്ങനെ രാവിലെ 9 മണിക്കാണ് എക്സാം. 8:30 ആയപ്പം എറണാകുളം സിറ്റിയിലെത്തി. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം അന്ന് എക്സാം സെൻറ്റർ മാറിപ്പോയി. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു, ഞാനും എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് എക്സാം എഴുതാൻ പോയത്. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിനി എത്ര പരിശ്രമിച്ചാലും 9 മണിക്ക് നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റത്തില്ല, എക്സാം ഹാളിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഉറപ്പാണ്, എൻ്റെ പരിശുദ്ധ ദൈവമാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ എക്സാം ഹാളിൽ എത്തിക്കണേ 9 മണിക്ക് മുമ്പ്. വളരെ തിരക്കുള്ള സമയമാണ് എറണാകുളം ടൗണിലെ രാവിലെ 8:30 എന്ന് പറയുന്ന സമയം. എനിക്കറിഞ്ഞുകൂടാ, അത്ഭുതമെന്ന് പറയട്ടെ, 9 ആകാൻ കൃത്യം 2 മിനിറ്റ് ഉള്ളപ്പം ഞാൻ ആ എക്സാം ഹാളിൽ എത്തുകയും ആ എക്സാം എനിക്ക് പാസ്സാവാനും സാധിച്ചു. അതിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. OETയും CBTയും ഒക്കെ പാസ്സായി ഞാൻ ആ സമയത്ത് ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ വോളണ്ടറി സ്റ്റാഫ് നേഴ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, എന്തിനാണ് താലൂക്ക് ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നത്, വേറെ എവിടെയെങ്കിലും കയറിക്കോടെ, ഇനിയിപ്പോൾ ആരും UK ആരെ ഇപ്പോൾ എടുക്കത്തൊന്നുമില്ല, അവിടെ റിക്രൂട്ട്മെൻറ്റുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ഓരോ രോഗികൾക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യുമ്പോൾ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും അതിനുള്ള പ്രതിഫലം എനിക്ക് തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ മുൻപോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മുടെ 5:30 മണിയുടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നീലത്തിരിയിൽ അമ്മ മാതാവ് ഒരു തിരുഹൃദയ രൂപം ഞങ്ങളെ കാണിച്ചു തന്നു. ഇതാണ് ആ തിരുഹൃദയ രൂപം. അപ്പം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്താണ് ഈ അടയാളമെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണേ. ഓരോ ദിവസവും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് UK ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് OSCE എക്സാം എഴുതാനായിട്ട് UK പോകാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും ഒരു തടസ്സവും കൂടാതെ വിസയും ഒക്കെ റെഡിയായി. ഞാൻ UK എത്തുന്നത് 2025 ജൂൺ 27 ജൂൺ 27 എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ്. അന്ന് എനിക്ക് മനസ്സിലായി, അമ്മ മാതാവ് എനിക്ക് മാസങ്ങൾക്ക് മുൻപേ കാണിച്ചു തന്ന ഈ തിരുഹൃദയം ആ ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ UK എത്തുക എന്നുള്ള അടയാളമായിരുന്നു. അങ്ങനെ UK എത്തി. അവിടുത്തെ UK രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള എക്സാമാണ് OSCE എക്സാം. വളരെ പ്രയാസകരമായ ഒരു എക്സാമാണ്. ഞാൻ ഉടമ്പടി കാശുരൂപവും നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് അമ്മ മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ എക്സാം പാസ്സായി. അതിനുശേഷം UK രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള പിൻ നമ്പർ എനിക്ക് ലഭിച്ചു. പിന്നീട് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസും ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. എത്ര ആപ്ലിക്കേഷൻ അയച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. 1000കണക്കിന് ആപ്ലിക്കേഷനുകൾ ഞാൻ അവിടെ ഇരുന്ന് അയച്ചു. എല്ലാം റിജക്ഷൻ മാത്രമായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഒരു ആപ്ലിക്കേഷൻ പോലും എന്നെ ഒന്നും വിളിക്കുന്നില്ലല്ലോ, ഒരു ഇൻ്റർവ്യൂവിന് പോലും എന്നെ ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ UK വെച്ച് വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് ഇങ്ങനെ 9 എന്നൊരു നമ്പർ പച്ച മെഴുകുതിരിയിൽ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, എന്തോ ഒന്ന് അമ്മ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് താമസം എടുക്കും എന്നെനിക്കറിയാം. അപ്പം ആ ഒരു താമസത്തെ അതിജീവിക്കാനുള്ളൊരു കൃപ എനിക്ക് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും എനിക്ക് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കും, അതിനുള്ള കൃപ എനിക്ക് ലഭിക്കണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂൺ മാസം OSCE എക്സാം എഴുതാൻ പോയ ഞാൻ ഡിസംബർ മാസം തിരിച്ചെത്തി. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു 2025 നമ്മുടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നുള്ളത്. ഞാൻ UK ആയിരുന്നതുകൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ UK മാഞ്ചസ്റ്ററിൽ നടന്ന അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് അമ്മ മാതാവ് എനിക്ക് അവസരം തന്നു. എനിക്കറിയില്ലായിരുന്നു അവിടെ എന്നാണ് ജപമാല റാലിയെന്നോ അതിന് ഞാൻ എങ്ങനെ പോകുമെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു ഇമേജ് കയറി വന്നതാണ്. മാഞ്ചസ്റ്ററിൽ 2025 നവംബർ 1 അഖണ്ഡ ജപമാല റാലി നടക്കുന്നുണ്ട് എന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എനിക്ക് നാട്ടിൽ വന്ന് ജപമാല റാലിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം വല്ലാതെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് മാതാവ് എനിക്ക് അവിടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള അവസരം തന്നത്.
അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലെത്തി. ഇനി നാട്ടിലെവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. കാരണം ആപ്ലിക്കേഷൻസ് എല്ലാം റിജക്ഷൻസ് ആണ്. എല്ലാവരും പറഞ്ഞു എന്തിനാണ് ഇത്രയും പൈസയൊക്കെ മുടക്കി പോയത്, പോയിട്ടൊന്നും കാര്യമില്ല, ഇനി UK ആരും നഴ്സുമാരും ഒന്നും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും തരുമെന്ന് തന്നെ. അങ്ങനെ നാട്ടിലെവിടെയെങ്കിലും കയറുന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ കയറിയില്ല. ഞാൻ അതിശക്തമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിശ്വാസം എന്നെ അതിജീവിക്കാനായിട്ട് സഹായിച്ചു. അങ്ങനെ 2026 ഈ ഫെബ്രുവരി മാസം 6-ാം തീയതി UK നിന്ന് എനിക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ വളരെ പ്രയാസകരമായിരുന്നു. അരമണിക്കൂറോളം അവരെൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നിർത്താതെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ അമ്മ മാതാവേ, ഞാൻ പറയുന്നത് അവർക്കും അവർ പറയുന്നത് എനിക്കും മനസ്സിലാവാനുള്ള ഒരു കൃപ എനിക്ക് തരണമെന്ന്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നീട് ഫെബ്രുവരി 9-ാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, മാസങ്ങൾക്ക് മുമ്പേ അമ്മ മാതാവ് എനിക്ക് പച്ചമെഴുകുതിരിയിൽ കാണിച്ചു തന്ന 9 എന്ന തീയതി എൻ്റെ റിസൾട്ട് വന്ന ഫെബ്രുവരി 9 ആയിരുന്നു. അങ്ങനെ ഒരു UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അമ്മ മാതാവ് ഫെബ്രുവരി 9-ാം തീയതി എന്നെ ഉയർത്തി. ഒരുപാട് പേര് കുറ്റപ്പെടുത്തി, ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി, എന്തിനാണ് പോകുന്നത്, ഇനി അവിടെ ജോലിയൊന്നും കിട്ടത്തില്ല. അങ്ങനെ അല്ല, എനിക്ക് ഉറപ്പായിരുന്നു ഉടമ്പടി എടുത്ത എന്നെ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും ഉയർത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് UK ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഈ ആഴ്ച പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ വിസ വന്നു. ഞാൻ ഈ ആഴ്ച UK പോവുകയാണ്. ഞാൻ ഈ ഡിസംബറിൽ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു. വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ജോസഫ് അച്ഛനെ കണ്ട് എൻ്റെ അവിടുത്തെ രജിസ്ട്രേഷൻ പേപ്പറുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി അച്ഛൻ തന്ന കാശ് രൂപമായിട്ട് ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചു. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി 3 മാസം തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്നു, പോകാനുള്ള വിസയും തന്നു. ഈ ആഴ്ച ഞാൻ പോവുകയാണ്. ഈശോയ്ക്കും അമ്മ മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും അമ്മ മാതാവിനെ ഞാൻ കോടാനുകോടി നന്ദിയും സ്തുതിയും ഈ സമയത്ത് സമർപ്പിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, വളരെ പ്രയാസമായിരുന്നു ആ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പച്ചമെഴുകുതിരിയും നമ്മുടെ നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഉപ്പ് വിതറി ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പൂശി തേൻ കുടിച്ചു. ആ സമയത്ത് ഞാൻ ആ അരമണിക്കൂർ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും പച്ച മെഴുകുതിരിയിൽ അമ്മ മാതാവിൻ്റെ തിരുഹൃദയം, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത്, എൻ്റെ തിരിയിൽ തിരുഹൃദയം കത്തി തെളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. കാരണം ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ടെൻഷനിൽ ഞാൻ തിരിയൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ കോൾ കട്ടാക്കി പോയി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം എൻ്റെ മുൻപിൽ ആ പച്ചത്തിരിയിൽ വീണ്ടും തിരുഹൃദയം തെളിഞ്ഞു നിന്നിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഈ ജോലി എനിക്ക് തന്നെ ഉള്ളതാണ്. എത്ര പേരുണ്ടെങ്കിലും അവരെന്നെ എടുക്കും, എനിക്ക് ഈ ജോലി കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജോലി എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ വീട് പണി ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ആ സമയത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് യാതൊരു തടസ്സങ്ങളും പിന്നീട് കൂടാതെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അതിമനോഹരമായൊരു ഭവനം പണിതുയർത്താനായിട്ട് ഈശോയും അമ്മ മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു വീട് പണി പൂർത്തിയായി ആ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ചേട്ടൻ്റെ വിവാഹം ഉറപ്പിക്കണമെന്നുള്ളത്, പുതിയ വീട്ടിൽ നടത്തണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതും സാധിച്ചു. പുതിയ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ചേട്ടൻ്റെ വിവാഹം ഉറപ്പിക്കുവാനും പിന്നീട് അത് നടത്തുവാനും സാധിച്ചു. അതും ഒരു വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. പിന്നെ അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അമ്മയ്ക്ക് വേരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ സ്കിൻ ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്തതായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും കാല് കുഴിഞ്ഞ് ഒരു പൊട്ടൽ പോലൊക്കെ ആയായിരുന്നു. അപ്പം മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടും അത് കരിയുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് മരുന്നുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കാലിൽ പുരട്ടി എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് ഇതുവരെ അങ്ങനെ ഒരു മുറിവുണ്ടായിട്ടില്ല. പൂർണ്ണമായ സൗഖ്യം അമ്മയ്ക്ക് വേരിക്കോസ് വെയിന് ലഭിക്കുകയും ചെയ്തു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെവിവേദന ഉണ്ടായി. എൻ്റെ റൂംമേറ്റ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാം, എപ്പോഴും എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനേ അവർക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് കാരണമെന്ന് ഡോക്ടേഴ്സിനും അറിയില്ല, എനിക്കും അറിയില്ല. കൾച്ചർ ടെസ്റ്റുകളൊക്കെ ചെയ്തു, പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇന്ന് വരെ എനിക്ക് ആ ചെവിവേദന ഉണ്ടായിട്ടില്ല. ഞാൻ എന്നും ഉടമ്പടി തൈലം തൂത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഒരു കാരണവശാലും ഇനി ആ വേദന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവരുതെന്ന്. അതുപോലെ മറ്റെന്ത് രോഗമായാലും, ഒരു തലവേദന ആയാലും മറ്റെന്ത് രോഗങ്ങളായാലും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായും അതിൽ നിന്നുള്ള വിടുതൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർക്കും ലഭിച്ചിട്ടുണ്ട്. 3ാമത്തെ തവണ ഞാൻ OET എഴുതുന്നതിന് മുൻപ് ഇവിടെ വന്ന ജോസഫസിനെ കാണാൻ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം ഞാൻ വന്ന സമയത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു രാവിലെ. തിരിച്ച് ഞാൻ പള്ളിയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ പറഞ്ഞു, കാശ് രൂപം കയ്യിലുണ്ടോ എന്ന് നോക്കുമെന്ന്. മാതാവ് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് പറയുകയാണ്. അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കത്തേയില്ല. ഞാൻ പള്ളിക്കകത്ത് കയറിയില്ല, അതിനു മുമ്പേ കാശ് രൂപം ഉണ്ടെന്ന് നോക്കുമെന്ന് എൻ്റെ മനസ്സിലിരുന്ന് അമ്മ മാതാവ് എന്നോട് പറയുകയാണ്. ഞാൻ നോക്കി, എൻ്റെ കയ്യിൽ ആ കാശ് രൂപമില്ല. ഞാൻ ഓർത്ത്, മാതാവേ ആ കാശ് രൂപം നഷ്ടപ്പെട്ടു. പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ OET അതെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം, ആ ഒരു വിചാരത്തോടെയാണ് വരുന്നത്. അപ്പോഴാണ്ട് കയ്യിൽ നിന്ന് കാശ് രൂപവും നഷ്ടപ്പെട്ടു. വീണ്ടും എനിക്ക് ഒരുപാട് നിരാശയായി. ഞാൻ ഇവിടെ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞു, മാതാവേ വീണ്ടും നീ എന്നെ ഓരോ പ്രതിസന്ധിയിലോട്ടാണല്ലോ കൊണ്ടുപോകുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ആ കാശ് രൂപ എങ്ങനെയെങ്കിലും തിരികെ തരണം, അത് കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ ആ ഹോട്ടലിൽ ചെന്നപ്പോഴും ഞാൻ ഇരുന്ന സ്ഥലത്തു നിന്ന് തന്നെ എനിക്ക് ആ കാശ് രൂപം തിരികെ ലഭിച്ചു. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി. അമ്മ അന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു, നിൻ്റെ അശ്രദ്ധ കാരണമല്ലേ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, ഇനിയെങ്കിലും സൂക്ഷിക്കണം എന്നെ അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ആ കാശ് രൂപം അന്ന് ഞാൻ ഇവിടെ കയറുന്നതിന് മുമ്പ് അന്ന് ഞാൻ നോക്കിയതുകൊണ്ട് മാത്രമാണ് അന്ന് എനിക്ക് ആ കാശ് രൂപം തിരികെ കിട്ടിയത്. പിന്നീട് ഞാൻ ഇതുവരെ കാശ് രൂപം താത്തു വെച്ചിട്ടില്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ മാതാവിൻ്റെ ജപമാലയും ഈ ഉടമ്പടി കാശ് രൂപമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുതൽക്കൂട്ട്. എന്നെ നയിക്കുന്നത് ഈ പരിശുദ്ധ ജപമാലയും ഈ കാശ് രൂപം തന്നെയാണ്. ആത്മീയ ജീവിതം ആദ്യ കുർബാന സ്വീകരിച്ച നാൾ മുതൽ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതചര്യയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും OET പഠിക്കുമ്പോൾ പോലും എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഈ വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. നേഴ്സിംഗ് പഠിക്കുമ്പോഴാണെങ്കിലും OET പഠിക്കുമ്പോഴാണെങ്കിലും അതിനുള്ള അവസരം ഈശോയും മാതാവും എനിക്ക് തന്നു. ഓരോ ദിവസവും ദിവ്യബലി അർപ്പിക്കുവാനും പരീക്ഷയുള്ള സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും കുർബാന മുടക്കിയിട്ട് ഒരു കാര്യത്തിനും ഞാൻ പോകത്തില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഞാനും അമ്മയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും നിരന്തരം പങ്കെടുത്തു വരുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയം കുറച്ച് അകലെയാണ്. അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള മലങ്കര കത്തോലിക്ക ദേവാലയത്തിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട്, ബൈബിൾ വചനം വായിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്, കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഞങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടിയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഉടമ്പടി എടുത്തത് വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എല്ലാ മാസവും പ്രൊവിഡൻസ് ഹോമിൽ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് നൽകുന്നുണ്ട്. അത് ഞങ്ങളും ഒരു മുടക്കവും കൂടാതെ നൽകി വരുന്നു. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും സാമ്പത്തികമായിട്ടും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ നൽകി വരുന്നു. വീട്ടിലാണെങ്കിലും സഹായം ചോദിച്ചും ഭക്ഷണം ചോദിച്ചും വസ്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചുമൊക്കെ ഒരുപാട് പേര് വീട്ടിൽ വരാറുണ്ട്. വരുന്ന ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. കഴിയും വിധത്തിൽ ഈശോയും മാതാവും തന്ന അനുഗ്രഹം എത്രത്തോളമാണോ അതനുസരിച്ച് അവരെ ഓരോരുത്തരെയും സഹായിക്കുവാനുള്ള കൃപ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ നൽകി വരുന്നു. അതുപോലെ തന്നെ എവിടെ യാത്ര പോയാലും ഞങ്ങൾ പൊതിച്ചോറ് കയ്യിലെടുക്കും. അർഹിക്കുന്നവർക്ക് അത് നൽകുവാനായിട്ട് ഉള്ള ഒരു അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ഞങ്ങൾ കൂടുതലായിട്ടും പൊതുമേഖലയിലാണ് നൽകുന്നത്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കടകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അമ്മ മാതാവിനെ പറ്റി പറയുവാനും
പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തന്നെ ഈ പത്രം കൊടുക്കുവാനും എല്ലാ പത്രത്തിലും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അമ്മേ മാതാവേ ഈ പത്രം ലഭിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു അനുഗ്രഹമായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പത്രവും ഞങ്ങൾ കൊടുക്കുന്നത്. ഞാൻ UK പോയ സമയത്താണെങ്കിലും ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അവിടെ വെച്ച് എനിക്ക് അമ്മ മാതാവിനെ പറ്റി, ഇതൊരു റിലീജിയസ് ചർച്ചാണ്, ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് അവിടെയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ചെന്നപ്പോഴും പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാനായിട്ട് ഈശോയും എൻ്റെ അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്ത എല്ലാവരോടും എനിക്കിതാണ് പറയാനുള്ളത്. നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാനും നമ്മെ ശക്തീകരിക്കുവാനും നമുക്കുള്ളൊരു വലിയ ആയുധമാണ് ഈ ഉടമ്പടി. പ്രതിസന്ധികൾ ഉണ്ടാകാം, നമ്മൾ പതറിപ്പോകാം, പക്ഷേ നമ്മൾ ഒരിക്കലും വീണു പോകരുത്. താഴ്ച നമുക്കുണ്ടാകും, പക്ഷേ അവിടെ നമുക്കൊരു ഉയർപ്പുണ്ട്. ഈശോയും മാതാവും നമുക്ക് ബെസ്റ്റായിട്ടുള്ളത് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്തെ അതിജീവിക്കാനാണ് നമുക്ക് പ്രയാസം. ആ ഒരു സമയത്തെ അതിജീവിക്കാനുള്ള കൃപ തരണേന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിക്കാം. ഞാനും എൻ്റെ കുടുംബവും ഇനി എന്നും ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഞങ്ങൾ വഴി മറ്റുള്ളവർക്കും ലഭിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഞങ്ങളുടെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ നെയ്ബേഴ്സ് ഒരുപാട് പേരുടെ അമ്മ മാതാവിനെ പറ്റി പറയുവാനും ഇവിടെ വന്ന് കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഒരുപാട് പേര് ഉടമ്പടിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേരെ എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരുന്നതിൽ ഒരാളെങ്കിലും ഒരു ദിവസം ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിരിക്കും. നമ്മൾ ഈ ECG ഒക്കെ എടുക്കുന്ന സമയത്ത് ഉടമ്പടി കാശുരൂപം അവരുടെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഊരുമ്പോൾ അവർ പറയും, മോളെ ഇത് ECG എടുത്തു കഴിയുമ്പം എനിക്ക് ആ കാശുരൂപം തിരികെ തരണേ, ഇത് ഉടമ്പടി കാശുരൂപമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അമ്മ മാതാവ് അവിടെയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ഓരോരുത്തരിലും അമ്മ മാതാവിനെയും ഈശോയെയും പറ്റി അറിയുവാനും അവരുടെ അനുഭവങ്ങൾ അവരെന്നോട് പറയുമായിരുന്നു, ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഉടമ്പടി എടുത്ത 2 വർഷക്കാലം. ഞാൻ ഈ മാർച്ച് 25 ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2 വർഷം തികയാണ്. ആ 2 വർഷത്തിന് മുമ്പ് ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ഈശോയും അമ്മ മാതാവും എനിക്ക് തന്നു. അത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് അനുദിനം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള ഫലമാണ് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എനിക്കറിയാം. 2 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എല്ലാവരും സാക്ഷ്യം പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും സാക്ഷ്യം കേൾക്കുമ്പം എനിക്കും ഒരു സാക്ഷ്യം പറയാനുള്ള ഒരു കൃപ, ഒരു അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് തരണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള ഫലം, അതിനുള്ള അനുഗ്രഹമാണ് ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. മരണം വരെ ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ലോകം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. 91 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ബിയ വിൻസെൻ്റ് എന്ന ഈ മകളുടെ അത്യുജ്വലമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മകൾ എത്ര ആർജവത്വത്തോടു കൂടി താൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ചതും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയതും പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ താൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ ഓരോ സമയത്തും അമ്മ മാതാവും ഈശോയും തന്നെ അനുഗ്രഹിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ കരം പിടിച്ചാൽ അമ്മ ഒരിക്കലും നമ്മുടെ കരം വിടുവിച്ചു പോവില്ല. ആ നടപ്പൊരിക്കലും പാഴാവില്ല. ആ പ്രാർത്ഥന ഒരിക്കലും ഫലവത്താവാതെ നമ്മളെ നിരാശയിൽ നിബന്ധിക്കുവാൻ അമ്മ ഇടയാക്കില്ല. കാരണം ഏതൊരാപത് സമയത്തും കൂടെ നിന്ന് ജീവിത വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ലോകത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി അമ്മ നിരന്തരം നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നവളാണ്. സഹോദരി ആദ്യം പറഞ്ഞു തുടങ്ങി, ആ രണ്ടുപേരും കൂടി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ അമ്മയെ കാത്തുകൊണ്ട് ആ ഒരു അനുഭവം എന്നെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഓരോരുത്തരെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ ഏതെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കും. ചില തകർച്ചയാവാം, ചില സങ്കടമാവാം, ചില പ്രത്യേക ആവശ്യങ്ങളാവാം.
പക്ഷേ ഉടമ്പടി തുടങ്ങിക്കഴിയുമ്പോൾ മറ്റാരുമല്ല നമ്മളെ നയിക്കേണ്ടത്, നാം തന്നെ അമ്മയോടുള്ള ബന്ധം അനുനിമിഷം അനുദിവസം അത് വളർത്തിക്കൊണ്ടുവരികയും ആഴപ്പെടുകയും വിശ്വസ്തത കൊണ്ട് ഉടമ്പടിക്ക് കവചമുണ്ടാക്കി ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് വരെയും നിലനിൽക്കുവാൻ നമ്മൾ തയ്യാറാവുകയും വേണം. അതുകൊണ്ട് ഓർക്കണം, ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയെന്ന് നാം അറിയുമ്പോഴും ആ സമയച്ചുരുക്കത്തിലേക്ക് വിശ്വസ്തതയുടെ ബന്ധത്തിലാണ് എത്തിച്ചേരുന്നതെന്ന് മറക്കരുത്. അല്പകാലം നമ്മൾ ക്ലേശത്തിലൂടെ കടന്നുപോയാലും ദൈവം ഒരുക്കി വെച്ച അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കുവാൻ ഏത് ക്ലേശവും ഏത് കഷ്ടതയും ഏത് നിന്ദാപമാനവും ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുമെന്ന് പറയുവാൻ പറ്റണം. ഉടമ്പടി ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. നമ്മൾ പലപ്പോഴും അലസത കൊണ്ടും ആസക്തി കൊണ്ടും അലക്ഷ്യമായ ജീവിതം കൊണ്ടും ഉടമ്പടിയെ പരാജയപ്പെടുത്തുമെങ്കിലും, അതുകൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ അനുഗ്രഹിക്കുവാൻ കൂടെയുണ്ട്. വിശ്വസ്തയോടുകൂടി ഉടമ്പടി നമുക്ക് തിഷ്ടമായി ജപിക്കാം. നമുക്കത് അനുഗ്രഹത്തിൻ്റെ നിരവധിയായ വഴികൾ അമ്മ മാതാവിലൂടെ ഈശോ ഒരുക്കി തരും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ആത്മീയ സന്തോഷങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യൊടിയോടെ ഈ സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ആദ്യമേ തന്നെ ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജെഫി, ഇതെൻ്റെ അമ്മ നയോബി. ഞങ്ങൾ വരുന്നത് നെടുങ്ങാട് സെൻ്റ് അഗസ്റ്റിൻ ഇടവകയിൽ നിന്നാണ്. ആദ്യമായി ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ 2021 +2 പഠനം പൂർത്തിയാക്കി ജർമ്മൻ ഭാഷ പഠിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ 2024 മാർച്ച് 19 ആദ്യമായിട്ട് എൻ്റെ ആൻറ്റിയുടെ കൂടെ എനിക്കിവിടെ വരുവാനായിട്ട് സാധിച്ചു. അന്ന് ഞാനിവിടെ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ അവസാനമായിട്ട് ജർമ്മൻ ഭാഷ പരീക്ഷ എഴുതുവാണ്, ഇത് പാസ്സാകുവാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് ആ പരീക്ഷ പാസ്സാകുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം വീണ്ടും ദിവസങ്ങളോളം വർഷങ്ങളോളം നീണ്ടു. അങ്ങനെ 2025 ജനുവരി മാസം എനിക്ക് വീണ്ടും ഒരു എക്സാമിന് ഡേറ്റ് കിട്ടി. അന്ന് ഞാനൊരു എക്സാം ഹാളിൽ ചെന്നപ്പോൾ എൻ്റെ കഴുത്തിൽ എൻ്റെ കൊന്തയിൽ ഞാനൊരു കാശ് രൂപം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതെന്നെ പഠിപ്പിച്ചൊരു സാറ് ഇവിടെ നിന്ന് വെഞ്ചരിച്ച് എനിക്ക് മേടിച്ച് തന്നതാണ്. അന്ന് ആ സാർ എന്നോട് പറഞ്ഞു, നീ കൊന്ത ഊരി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പറ്റൂല. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ മുകളിൽ ചെല്ലുമ്പോൾ ഇത് ഊരി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, നീ എന്നെ വിട്ട് പോകലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മുകളിൽ ചെന്നപ്പോൾ സാറത് മറന്നുപോയി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കൊന്തയും ഈ കാശുരൂപം കൊന്തയിട്ട് ഞാൻ പരീക്ഷയ്ക്ക് കയറി. ആ പരീക്ഷ എനിക്ക് അങ്ങനെ അത്ഭുതകരമായിട്ട് പാസ്സായി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെ ഞാനത് പാസ്സായി. കാരണം എക്സാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പീക്കിംഗ് ആയിരുന്നു. അന്ന് ആ ടീച്ചർ ഞങ്ങളോട് നിർത്താനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ നിർത്തിയിട്ട് എൻ്റെ പാർട്ണർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നിർത്തിയിട്ടും ടീച്ചർ അവസാനം ഓക്കെ ബൈ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് 2 കാരണമുണ്ട്. ഒന്നെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് പറഞ്ഞിട്ട് അത് നിർത്താൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും പോരാ, ഇത് കൊച്ചു പഠിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതെനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അങ്ങനെ എൻ്റെ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി. വിസ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ എനിക്ക് വിസ റിജക്ഷൻ ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ കുടുംബം ഒത്തിരി വിഷമിച്ചു. കാരണം ഏകദേശം 3 വർഷം ഞാനിതിൻ്റെ പുറകെ നടക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ചവരും എനിക്ക് ശേഷം പഠിച്ചവരെല്ലാം ജർമ്മനിയിൽ എത്തിയിട്ടും ഞാൻ എങ്ങും ആവാതെ നിൽക്കുക. അങ്ങനെ ആ സമയത്ത് ജൂലൈ 12 എൻ്റെ വീട്ടിൽ, അപ്പം ഞാൻ എന്നും രാത്രി ഉറങ്ങുന്നത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ബെഡിൽ കിടന്ന് ഉറങ്ങണേ, അല്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ജൂലൈ 12 ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കട്ടിലും ഇങ്ങനെ എന്തോ വെള്ളത്തരി പോലെ കിടക്കുന്നതായിട്ട് അമ്മ കണ്ടു. അപ്പോൾ അമ്മ എന്നെ പിണങ്ങി, നീ എന്തൊട്ട് ഈ കട്ടിലും വരുന്ന തിന്നേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയില്ല, ഞാൻ രാവിലെ പോയിട്ട് പിന്നെ ഇപ്പോഴാണ് ആ റൂമിൽ കയറുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു ഉപ്പിൻ്റെ രസം പോലെ തോന്നി. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് കൃപാസന മാതാവിൻ്റെ ആണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അന്ന് രാത്രി തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ജർമ്മൻ ഭാഷ പരീക്ഷ ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പോയിട്ട് കിട്ടിയതിനൊരു സാക്ഷ്യം ഞാൻ കണ്ട്. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിറ്റേന്ന് ഞാൻ ഡെയിലി ബ്രെഡ് കൂടാൻ വേണ്ടി എണീറ്റപ്പോഴാണ് അമ്മ പറഞ്ഞടി, മാതാവ് ഉപ്പ് മാതാവിൻ്റെ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ കട്ടിൽ എൻ്റെ മാതാവ് കൊണ്ടുവന്നിട്ട് ഉപ്പാണെന്ന്. അങ്ങനെ ജൂലൈ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് തീർത്ഥാടനം ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാനിവിടെ എൻ്റെ വിസയുടെ റിജക്ഷൻ പേപ്പറായിട്ട് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു, ഞാൻ 18 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഒട്ടും പ്ലാനിങ് ഇല്ലാതെ ഇവിടെ തീർത്ഥാടനം ഉടമ്പടി എടുത്തു. അന്ന് തന്നെ എനിക്ക് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ കിട്ടി. അതിനുശേഷം അച്ഛൻ്റെ ഇവിടുത്തെ ധ്യാനത്തിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു, എടി അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നുണ്ട്, കെ എന്ന ലെറ്റർ പറയുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അതിന് മുന്നുള്ളൊരു സാക്ഷ്യങ്ങളിലൊക്കെയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛനിങ്ങനെ കെ എന്ന് പറഞ്ഞ് കൊൽക്കത്തയിൽ പോയിട്ട് അവർക്ക് എക്സാം പാസ്സാവാൻ സാധിച്ചെന്ന്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ട് കെ വെച്ചിട്ട് കൊൽക്കത്തയിൽ പോകാമെന്ന്. അങ്ങനെ ഒത്തിരിയേറെ തടസ്സങ്ങൾ ഉണ്ടായിട്ട് ഞാൻ കൊൽക്കത്തയിൽ എക്സാമിന് ഡേറ്റ് എടുത്തു. അപ്പോൾ 1 വർഷം മുന്നേ ഞാൻ എടുക്കാൻ നോക്കിയിട്ട് അന്ന് പറ്റൂല എന്ന് പറഞ്ഞ സംഭവമാണ് 2025 ഞാൻ അങ്ങനെ കൊൽക്കത്തയിൽ എക്സാമിന് പോയത്. അതിനുശേഷം ആ പോകുന്ന സമയത്ത് ഡേറ്റ് എടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ചേച്ചി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചേച്ചി ട്രെയിൻ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹിന്ദിക്കാരൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മാതാവിനെ കൂട്ടുപിടിച്ചാണ് പോകുന്നത്, എൻ്റെ ബോഗിയിൽ ഒറ്റ മനുഷ്യരുണ്ടാവില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെ ഞാൻ പോയി. പക്ഷേ ബോഗിയിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ സീറ്റിൽ പോരും ഫുള്ള് ഹിന്ദിക്കാരാണ്. അപ്പം ഞാൻ ഓർത്ത് മാതാവ് എൻ്റെ കൂടിയില്ലേ. പക്ഷേ എൻ്റെ ചേട്ടൻ ഹിന്ദി അറിയുന്നതുകൊണ്ട് ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ അവരൊക്കെ മാറിപ്പോയി. ഞങ്ങൾ രാത്രി അവിടെ അങ്ങനെ ആ ട്രെയിനിലിരുന്നു. ഞാൻ ഫുൾ ടൈം കൊന്തയും ചൊല്ലി ലൈവ് കുർബാന കൂടി സാക്ഷ്യങ്ങൾ കേട്ട് അങ്ങനെ ഞാൻ ഫുൾ ആ 2 ദിവസം ഫുൾ ആ ട്രെയിനിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് ഡെയിലി ബ്രെഡ് കൂടി അവിടെ കൊൽക്കത്തയിൽ അടുത്ത് തന്നെ ഒരു ഇംഗ്ലീഷ് കുർബാന കൂടി തിരിച്ച് വന്നിട്ട് ഞാൻ തൈലമൊക്കെ പൂശി പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാമിന് പോയത്. അപ്പോൾ എക്സാമിന് പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായി, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം നീ കാണിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായി. പക്ഷെ അതൊന്നും ഞാൻ ആ സമയത്ത് ഓർത്തില്ല. ഞാൻ 9:30 എക്സാം ഹോളിൽ കയറി കഴിഞ്ഞ് പിന്നെയാണ് ഓർത്ത്, അയ്യോ ഞാനൊന്നും ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാനൊന്നും കണ്ടില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മുന്നിലൊരു ടീച്ചർ ബ്ലൂ കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും എന്നൊരു സാറ് പെട്ടെന്ന് വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ആ സാറ് ഗ്രേ കളർ. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ കയറി. അപ്പോൾ എക്സാമിന് ഇപ്പോൾ P2 എക്സാം എഴുതുന്നതൊക്കെ അറിയാൻ പറ്റും, നമ്മുടെ പോക്കറ്റിൽ ഒന്നും പാടില്ല. നമ്മൾ ആകെ കയറുന്നത് നമ്മുടെ പാസ്പോർട്ട് ഹോൾ ടിക്കറ്റും വെച്ച് മാത്രമാണ്. പക്ഷെ ഞാനന്ന് എൻ്റെ പോക്കറ്റിൽ എനിക്ക് ഉടമ്പടിക്ക് കിട്ടിയ കാശ് രൂപവും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ജീൻസിലിട്ടിട്ടാണ് ഞാൻ കയറിയേ. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ കയറി, ആരും കാണാതെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഉപ്പ് എൻ്റെ എക്സാം ഹോളിൻ്റെ സൈഡിൽ ആ മേശയുടെ അറ്റത്തിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് പോന്ന് അന്ന് രാത്രി അവിടെ ഭയങ്കര മഴയായിരുന്നു. പിറ്റേന്ന് ഒരു 10 മണിയായപ്പോൾ ഞാൻ അറിഞ്ഞത് കൊൽക്കത്തയിൽ വെള്ളപ്പൊക്കം വന്നു, അന്നത്തെ എക്സാമൊക്കെ ക്യാൻസലാക്കി, ആർക്കും എക്സാം എഴുതാൻ പറ്റിയില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ അന്ന് ആ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് എൻ്റെ മാതാവ് എന്നെയും ചേട്ടൻ അവിടെ നിന്ന് രക്ഷിച്ചു. അങ്ങനെ 15 ദിവസത്തിനുള്ള റിസൾട്ട് വരുമെന്ന് പറഞ്ഞെങ്കിൽ 1 മാസമായിട്ട് റിസൾട്ട് വന്നില്ല. അങ്ങനെ ഞാൻ ഒക്ടോബർ 25 ഇവിടെ ആദ്യമായിട്ട് ജപമാല റാലിക്ക് വന്ന്. അതിനെപ്പറ്റി ഇത് എന്താണെന്ന് ഒന്നും എനിക്കറിയില്ല, പക്ഷേ ആദ്യമേ അങ്ങനെ ജപമാല റാലിക്ക് വന്ന് ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നവംബർ 2 ഇവിടെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേട്ടൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അമ്മ അങ്ങനെ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കി. ആ പുതുക്കിയതിൻ്റെ അന്ന് അമ്മക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഉടമ്പടി മാതാവിൻ്റെ സുഗന്ധാഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ല. അമ്മ പറഞ്ഞിങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എടി എന്തോ വരാനുണ്ട്, നമുക്ക് എന്തോ അനുഗ്രഹം വരാൻ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 3 തൊട്ട് പിറ്റേ ദിവസം എൻ്റെ ചേട്ടന് ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ചേട്ടന് അതൊന്നും പ്രശ്നമാക്കാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നു. പിറ്റേന്ന് നവംബർ 4 എൻ്റെ റിസൾട്ട് വന്നു. അതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കോട് പാസ്സാവാൻ സാധിച്ചു. അതിനുശേഷം പിന്നെയും എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ ഒന്നും കൂടാതെ എൻ്റെ പഴയ ഇൻ്റർവ്യൂ വെച്ച് തന്നെ എനിക്ക് പുതിയ കോൺട്രാക്റ്റ് വന്നു. അങ്ങനെ വിസ ഇൻ്റർവ്യൂ ഡേറ്റ് എടുക്കാൻ പോവാണ്. അങ്ങനെ അതും ഓരോ ദിവസം നീണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു ജനുവരി 1 വീക്ക് വരെ വെയിറ്റ് ചെയ്യാം, സ്ലോട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രൈവറ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൈവറ്റായിട്ട് സ്ലോട്ട് എടുത്തപ്പോൾ അതിൽ നമുക്കിങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി അനുസരിച്ച് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ കാറ്റഗറി വേറെയാണ്. അപ്പോൾ ഞാൻ അന്നും കുറേ വിഷമിച്ചു. ഞാൻ പറഞ്ഞു നീ എന്തിനാ ഞാൻ ഇത്രയും ഉടമ്പടിയൊക്കെ എടുത്തേ, ഇങ്ങനെയൊക്കെ അറിയിക്കാനാണോ എന്ന് വരെ ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു കാറ്റഗറി ആകുമ്പോൾ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ കുറേ നോക്കിയപ്പോൾ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏജൻസിക്ക് മെസ്സേജ് ഇട്ടു, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല നിനക്കിനൊന്നും തരൂല, നീ ഉള്ളത് വെച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് പോയി. ഫെബ്രുവരി 4 ആയിരുന്നു എനിക്ക് വിസ സ്ലോട്ട് കിട്ടിയത്. ഫെബ്രുവരി 3 ഞാൻ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അമ്മ അപ്പനും കൂടി ബാംഗ്ലൂർക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പോന്നു. ആ സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ 1 മാസമൊക്കെ എടുക്കുന്നുണ്ട് വിസ കിട്ടാനായിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ മാർച്ച് 10 മുന്നേ ഈ വിസ സബ്മിറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ നീ ഇതിൻ്റെ പരീക്ഷയ്ക്കല്ലേ, കാരണം 4 കൊല്ലം ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഫെബ്രുവരി 19 ഞാൻ അമ്മയുടെ 2ാമത്തെ പുതുക്കലിനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായി, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് അടയാളമായിട്ട് മാതാവിൻ്റെ രൂപം എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എൻ്റെ പാസ്പോർട്ട് അവിടെ നിന്ന് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞില്ല. അത് ഞാൻ താഴെ വന്നു.
പക്ഷേ ഇവിടെ നിന്ന് ഈ 13ാമത്തെ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ റാലിയായിട്ട് പോയപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ അന്നൊരു പ്രായ അമ്മച്ചിക്ക് ആ രൂപം കിട്ടി. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, കുഴപ്പമില്ല, എന്നെക്കാളും യോഗ്യത ചിലപ്പോൾ അമ്മച്ചിക്കായിരിക്കും, പക്ഷേ എനിക്ക് നീ ഇമെയിൽ അയച്ചാൽ അത് മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ നിന്ന് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്പോർട്ട് വന്നതിൽ വിസ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ മാർച്ച് 10-ാം തീയതി എനിക്ക് മാർച്ച് 26-ാം തീയതി പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അടിച്ച് തന്നേക്കുവാണ്. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. അതിനുശേഷം കൂടാതെ എൻ്റെ കാലിലൊരു കുഞ്ഞ് രോഗസൗഖ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കാലിലൊരു കുഞ്ഞ് വിരൽ എന്താ വേദന എന്ന് അറിയത്തില്ല, എന്തോ ഒരു കാരണത്തിൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാൻ അപ്പോഴൊക്കെ ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ ഉടമ്പടി തൈലം പൂശി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ആ വേദന അങ്ങനെ തന്നെ മാറി. ഇപ്പം എനിക്ക് ആ വേദന പിന്നീട് വന്നിട്ടേ ഇല്ല. അമ്മ മാതാവ് ഇത്രയും അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി. ജർമ്മനിയിൽ പോകുന്നത് B2 നഴ്സിംഗ് പഠിക്കാനായിട്ടാണ്. സ്റ്റൈഫൻഡോട് കൂടി തന്നെയാണ് ഞാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റൈഫൻഡ് കിട്ടും, വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. റൂമിൻ്റെ കോൺട്രാക്റ്റും താമസിക്കുന്ന സൗകര്യം എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും മോളും കൂടി ഇവിടെ നിന്ന് എൻ്റെ പേര് നയോബി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2025 ജൂലൈ 15-ാം തീയതിയാണ്. അതിനുശേഷം മോള് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഓരോ പുതുക്കലിലും അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ വളരെ അത്ഭുതമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കണ്ടപ്പോൾ. ആദ്യമൊക്കെ ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. കാശുരൂപമൊക്കെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഞങ്ങളുടെ കഴുത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉപ്പൊക്കെ തന്നിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി വെറുതെ വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രയോഗം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഈ ഉടമ്പടി ഇട്ടതിന് ശേഷം ഞാൻ അത് കൊണ്ടുപോയി രൂപത്തിൻ്റെ അടുത്ത് വെച്ചു. അതിൻ്റെ പ്രയോഗമൊക്കെ ഇപ്പോൾ നന്നായിട്ടറിയാം. ഉടമ്പടി തൈലമൊക്കെ പുരട്ടാതെ ഞങ്ങൾ ഒരിടത്തും പോകാറില്ല. വിശ്വാസപ്രമാണം ചൊല്ലി ഈ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ 4 കെട്ടൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോനിവിടെ ഇല്ല, അവന് വിസ ലഭിച്ചിട്ടും ആക്സിഡൻറ്റ് പറ്റി കിടന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും 3 ദിവസം ഞാൻ ഉടമ്പടിയിൽ പുതുക്കിയ സമയത്ത് എഴുതി വെച്ചിരുന്നു, എൻ്റെ മോന് 7-ാം തീയതിക്ക് മുന്നേ മാതാവേ അവന് ടിക്കറ്റ് വന്ന് പുറത്തേക്ക് പോകാനുള്ള അനുഗ്രഹം ചെയ്തു തരണമെന്ന്. അതുപോലെ തന്നെ ഞാൻ അന്ന് അവിടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എത്രയും ദയുള്ള മാതാവെ ചൊല്ലണ സമയത്ത് മുല്ലപ്പൂവിൻ്റെ വലിയ സുഗന്ധമായിരുന്നു. ഹസ്ബൻഡിനും മക്കൾക്കും ഒന്നും കിട്ടിയിരുന്നില്ല. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹം വരാനുണ്ട്, അതാണ് ഇങ്ങനെ ഒരു സുഗന്ധാഭിഷേകം നമുക്കുണ്ടായതെന്ന് പറഞ്ഞു. പിറ്റേന്ന് വൈകിട്ട് മോൻ വന്നപ്പോൾ പറഞ്ഞു അമ്മയെ ടിക്കറ്റ് വന്നു, ജോലി സ്ഥലത്തായിരുന്നു അവൻ, ടിക്കറ്റ് വന്നു, ഞങ്ങളോട് നേരത്തെ പറയാതിരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. വലിയ അത്ഭുതമാണ് മോനെ, ഇങ്ങനെ ഒരു ഡേറ്റ് ഇട്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ നമുക്ക് വന്നില്ലേ. അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ 11 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും പാസ്സാവാത്തതാണ് മോള്. ആ 11ാം തവണ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് റിസൾട്ട് പാസ്സായെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ നിരയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെ, ഉടമ്പടിയിൽ നന്നായി ജീവിച്ചാൽ നമുക്ക് ഇനിയും പലതും ഉണ്ടാവും. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കണ എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടുമെന്ന് പറഞ്ഞു. എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ച് കരയൊക്കെ ചെയ്യണ ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഭയങ്കര ധൈര്യമാണ്. എന്ത് വന്നാലും മോള് സങ്കടപ്പെടുമ്പോൾ ഞാൻ പറയും എന്തിനാ സങ്കടപ്പെടുന്നത്, മാതാവില്ലേ കൂടെ. അപ്പോൾ ഒട്ടും എനിക്കൊരു സങ്കടമോ ഒരു പേടിയോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഓരോ പ്രാവശ്യം എക്സാം എഴുതുമ്പോഴും 10,000 രൂപയെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ലക്ഷങ്ങൾ വേണമെന്ന് പറയുമ്പോഴും ഒരു പേടിയില്ല. അതൊക്കെ എവിടെ നിന്നൊക്കെയോ മാതാവ് ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതൊക്കെ മാതാവിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹമാണ്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ ഇത്ര അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ കുടുംബസമേതം നന്ദി പറയുകയാണ്. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള പാടില്ലാതെ കിടക്കണ ചേച്ചിയുടെ അടുത്ത് പോയി എല്ലാ മാസവും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ഒരു തുക കൊടുക്കും. അതുപോലെ മോള് ഓൺലൈനിലായിട്ട് കാണുന്ന അവർക്ക് രോഗികൾക്ക് വേണ്ടിയുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പം പഴയതുപോലൊരു ജീവിതമല്ല. ഇപ്പം മരിച്ചു പോയാലും സന്തോഷത്തോടെ മരിക്കും എന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം എനിക്കിപ്പോൾ ഉണ്ടായി. എന്നും പള്ളിയിലൊക്കെ പോകുമെങ്കിലും കുർബാനയൊക്കെ അർപ്പിക്കും, നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് ഒരു വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നതും എൻ്റെ കുടുംബം മുഴുവനും
എല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി വളർന്നു വരണം എന്നാണ് ഞാനിപ്പോഴും നിയോഗം എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ നിയോഗത്തിൽ എഴുതിയ 5 കാര്യങ്ങളും എനിക്ക് ഈ 2 പുതുക്കലിന് മുമ്പേ തന്നെ എനിക്ക് നടന്നു കിട്ടി. ഇതെല്ലാം മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. നന്ദി. ആത്മീയമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ഡെയിലി ബ്രെഡ് കൂടുകയും രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ സായാഹ്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നത്. പിന്നെ ആഴ്ചയിലുള്ള ധ്യാനങ്ങൾ കൂടും. ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ ഡെയിലി കൂടാറില്ല, കാരണം എനിക്ക് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡെയിലി കൂടാൻ സമയം കിട്ടാറില്ല. പക്ഷേ കൂടുന്ന സമയത്തും 10ഉം 15ഒക്കെ ഒരു ദിവസം ഇരുന്ന് തന്നെ ഞാൻ കൂടാറുണ്ട്. പക്ഷെ അമ്മ ഡെയിലി രാവിലെ ഉച്ചയ്ക്കും രാത്രിയെന്നില്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ തന്നെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. സങ്കീർത്തനം 66, 9, 10 വചനമാണ്. ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹങ്ങൾക്ക് മാത്രമാണ് യോഗ്യതയുണ്ടായിരുന്നെങ്കിൽ 11 പ്രാവശ്യം എഴുതിയപ്പോൾ പാസ്സാകേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മകൾ പാസ്സായതുകൊണ്ട് ഈ മകൾ പറയുകയുണ്ടായി, ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഈ മകൾ ഉടമ്പടി എടുത്ത ഉടനെ അച്ഛനെ കാണാൻ പറ്റുകയും അച്ഛൻ ബ്ലസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യുവാൻ സാധിച്ചതും പാസ്സാൻ സാധിച്ചതും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയാൻ സാധിച്ചതും. നമ്മുടെ ജീവിതത്തിലും കഷ്ടതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാൽ വഴുതാൻ അനുവദിക്കില്ല. ദൈവം ഒരിക്കലും നമ്മളെ ദുഃഖിക്കാൻ അനുവദിക്കാത്ത ഒരു ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ ആ ദൈവത്തിലേക്ക് കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടതുപോലെ അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അതുപോലെ തന്നെ ഈ മകളുടെ ജീവിതത്തിലും ശരിയായ സമയത്ത് രക്ഷയും അനുഗ്രഹവും നൽകുന്നു. നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും രോഗാവസ്ഥകളാവാം, പ്രശ്നങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, പരീക്ഷകളാവാം, ജോലിയില്ലായ്മയാവാം. ഇവ വരുമ്പോൾ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ കാത്തുപരിപാലിക്കുന്ന, നമ്മളെ കാലിടറാൻ അനുവദിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഉടമ്പടി ഓർമ്മിപ്പിക്കുന്നത് ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ്. ചിലപ്പോൾ പരീക്ഷിച്ച് ശുദ്ധീകരിച്ച് ഉയർത്താൻ നമ്മെ തയ്യാറാക്കും. ഭയപ്പെടേണ്ട. ഉടമ്പടി വിശ്വസ്തയോടെ നയിക്കുന്നതോടെ നമ്മുടെ ജീവിതം നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ജെഫി ജോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു